എല്ലാവർക്കും നമസ്കാരം. വൈകിയ വേളയിൽ, എപ്പോഴും വൈകിയ വേളയിലാണ് അതാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. പുരുഷാധിപത്യ സമൂഹത്തിൽ പെണ്ണുങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വേദി കാലിയാവുന്ന ഒരു സന്ദർഭം എല്ലായിടത്തും എന്നതുപോലെ ആവർത്തിക്കുന്നു എന്ന ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഒരു ഇത്രയും കാലമായിട്ടും ഇപ്പോൾ യുക്തിവാദി പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്രയോ കാലമായിട്ടും നമുക്കിപ്പോഴും പെണ്ണുങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടി വരുന്നതിനെ പറ്റി തന്നെ വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് വലിയൊരു വിരോധാഭാസമാണ്. പക്ഷേ പലപ്പോഴും ഇത്ര പോലും സ്ത്രീ പ്രാതിനിധ്യം സദസ്സിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിൽ എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് കുക്കു ദേവകി സംസാരിച്ചു തുടങ്ങും എന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ജയശ്രീ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയതാണ് സ്ത്രീകളുടെ പരിപാടി എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയിൽ കയറ്റും, അപ്പോഴും വന്നില്ല. അവസാനം ഞാൻ ബാബുരാജിനോട് എൻ്റെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീകളുണ്ടാകുമോ, സ്ത്രീകളൊക്കെ എഴുന്നേറ്റ് പോവില്ലേ, അപ്പം ഞങ്ങളൊക്കെ പറയേണ്ടത് കേൾക്കാൻ സ്ത്രീകളും വേണ്ടേ എന്നൊക്കെയുള്ളത്. എന്നിട്ട് അവസാനത്തേക്ക് നമ്മൾ മറ്റു സ്ത്രീകൾ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ അവസാനത്തേക്ക് പറഞ്ഞാൽ മതി. അത് ഇനിയിപ്പം എത്രത്തോളം പറയണം എന്നുള്ളത്, സ്ത്രീകൾ ഇത്രത്തോളം പറഞ്ഞാൽ മതി എന്ന് അതും ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്കല്ല ഞാൻ പറയുന്നത്, പൊതുസമൂഹത്തിൽ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി, ഇനി ഇതിൽ കൂടുതൽ പറയണ്ട. ആ ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോഴും നമ്മൾ ഞാനെൻ്റെ 90s 90s പറയാൻ തുടങ്ങിയ ആളാണ്. ഇപ്പോഴും പറയുക തന്നെയാണ് സ്ത്രീ പറഞ്ഞു തുടങ്ങുമ്പോൾ. ഇപ്പോൾ ഞാൻ 2024 ഇരിക്കുന്നത്. 90s ഞാൻ കോളേജ് ആണ്, പ്രീ ഡിഗ്രി ആ സമയമാണ്. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ. 2024 ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഇപ്പം എനിക്ക് 50 ആണ് ഏജ്. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ പ്രശ്നമല്ല, സ്ത്രീകളുടെ പ്രശ്നമായിട്ട് എനിക്കത് നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പാട്രിയാർക്കിയുടെ ഇഷ്യൂ തന്നെയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പാട്രിയാർക്കി ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജയശ്രീ വിഷയം. ഒരു ആൺബോധമാണ് സ്ത്രീകളെ, അല്ലെങ്കിൽ സ്ത്രീകൾ നല്ല സമൂഹത്തിനെ മൊത്തം നയിക്കുന്നത്. ആൺബോധത്തിനെയാണ് നമ്മൾ ശരിക്കും പരിഭാഗപ്പെടുത്തേണ്ടത്. അത് കുടുംബം തൊട്ട്. ഇപ്പം ഞാനൊരു നാട്ടിൻപുറത്ത് ജീവിക്കുന്നൊരു സ്ത്രീയാണ്. എൻ്റെ നാട്ടിൻപുറത്തെ എൻ്റെ കുടുംബം തൊട്ട്, എൻ്റെ അയൽവക്കങ്ങൾ തൊട്ട്, എൻ്റെ ഗ്രാമം, എൻ്റെ പഞ്ചായത്ത്, എൻ്റെ ടൗൺഷിപ്പ്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ആ സമൂഹത്തിൽ പാട്രിയാർക്കി തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തുടങ്ങലാണ് എപ്പോഴും ഉണ്ടാവുള്ളൂ. അതിനപ്പുറം ഒരു കാൽവെപ്പ് നടത്തുക എന്നുള്ളത് അത് ഈ പാട്രിയാർക്കിനെ മർദ്ദിച്ചുകൊണ്ട്, അതായത് പാട്രിയാർക്കി അടങ്ങി ഒതുങ്ങി നിന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് സഞ്ചരിക്കുള്ളൂ. അതിന് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ട്, സ്ത്രീകളെ ശാക്തീകരിച്ച്, സ്ത്രീകൾക്ക് അങ്ങനത്തെ കുറേ ക്ലാസ്സസൊക്കെ കൊടുത്തുണ്ടാവേണ്ട ഒരു കാര്യമല്ല. അത് ആരാണ് പാട്രിയാർക്കി ഇവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആരിലാണ് ഇത് രൂഢമൂലമായിരിക്കുന്നത്, അവരിത് തിരുത്താതെ സാധ്യത ഞാൻ കാണുന്നില്ല. നമ്മൾ പഠിപ്പിക്കും, എങ്ങനെ പെണ്ണിനെ ശാക്തീകരിക്കാൻ നമ്മൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അളവിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. പാട്രിയാർക്കി ഇവിടെ സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ അതിന് വേരുകൾ ആഴ്ത്താതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മൾ പഠിപ്പിക്കണം, കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ നമ്മളിപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ടല്ലോ, എന്താ പറയുക, ഈ ബാക്കിലോട്ട് എന്നുള്ള സംഭവമില്ലാതെ എപ്പോഴും ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ പറയും. എനിക്ക് ലേഡീസ് ഫസ്റ്റ് ഒന്നും വേണ്ട. ലേഡീസ് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ എന്നുള്ളതല്ല വിഷയം. നമ്മൾ പറയുന്ന വിഷയം എന്താണ്, നമ്മൾ പറയുന്ന കണ്ടന്റ് എന്താണ്, അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതെവിടെ വെക്കണമെന്നുള്ളതാണ്, അതെവിടെ നിൽക്കണമെന്നുള്ളതാണ്.
അപ്പം ഞാൻ ഇന്നലെ ഇടപെട്ട ഒരു കേസിൽ എനിക്കൊരു കാര്യം പറയേണ്ടി വരും. അത് പറയട്ടെ ജയശ്രീ? ഞാൻ ഇന്നലെ ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ അടുത്തൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്നത്തെ സംസാരമൊക്കെ എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ മനസ്സിൽ നമ്മൾ സ്വരുക്കൂട്ടി വയ്ക്കും, വായിക്കും, എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ പോകുന്നത് ആ കേസ് ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ഞാനൊരു സ്കൂളിൻ്റെ ഒരു PTA പ്രസിഡൻ്റാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. അങ്ങനെ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട് സംസാരിച്ച് അയാൾ പറയുന്നത് മൊത്തം സ്ത്രീ വിരുദ്ധതയാണ്. ഒരു സ്റ്റേഷൻ ഭരിക്കുന്ന ഒരാൾ പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അയാൾ ഇടപെട്ട ഒരു കേസിൽ ഒരു സ്ത്രീ ഫേക്കായിട്ട് കേസ് കൊടുത്തു, അല്ലെങ്കിൽ ഫേക്കായിട്ട് ആക്ട് ചെയ്തു. ആ സ്ത്രീക്ക് ഇപ്പോൾ നിലവിലുള്ള അവർക്ക് റിലേഷൻഷിപ്പിലുള്ള ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു ബന്ധപ്പെട്ട ആളിനെ അവർ ചതിച്ചുകൊണ്ട് കേസ് കൊടുത്തു. അവർക്ക് കുറേ ബന്ധങ്ങളുണ്ട്, കുറേ റിലേഷൻഷിപ്പുകളുണ്ട്, അതിലൊരാളാണ് ഇത്. എന്നിട്ട് അയാൾക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെ ഇവളുടെ മൊബൈല് പെട്ടെന്ന് താഴത്ത് വെച്ചപ്പോൾ എങ്ങനെയോ തുറക്കാൻ സാധിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അവൾക്ക് കുറേ ബന്ധങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത്രയും മോശം ഇവിടുത്തെ സ്ത്രീകളെ, ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഒരു 498 വകുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഗാർഹിക പീഡന നിരോധന നിയമം. അതുപോലൊരു കേസും ഇവിടെ വന്നിരുന്നു. അത് വേറൊരു ബ്രാഹ്മണായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിനെ പീഡിപ്പിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ ശരിക്കും നടക്കുന്നില്ല, നിങ്ങൾ ഉയർന്ന് ജീവിക്കുന്നില്ല, നിങ്ങളുടെ സ്റ്റൈല് എനിക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ് 498A ആ ഒരു വകുപ്പിലേക്ക് ആ കേസിനെ അവരെത്തിക്കുകയും അങ്ങനെ ഫേക്കായിട്ട് ഇവിടെ കേസ് കൊടുക്കുന്ന സ്ത്രീകളാണ് അധികവും ഉള്ളത്. ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഇടപെട്ടിട്ടുള്ള മിക്കവാറും എല്ലാ കേസുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്ത്രീകളാണ് ഇവിടെ ഫേക്ക് കേസുകൾ കൊടുക്കുന്നത് എന്നാണ് അയാൾ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ജയശ്രീ, ഒരു സ്റ്റേഷൻ ഭരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസറാണ് പറയുന്നത് സ്ത്രീകൾ ഫേക്കായിട്ട് കേസ് കൊടുക്കുന്നു എന്നുള്ളത്. ഫേക്കായിട്ടെന്നല്ല, വീടുകളിൽ ഉണ്ടാകുന്ന ഗാർഹിക പീഡനങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയോ ഗാർഹിക പീഡനങ്ങൾ നടക്കുന്ന കേരളത്തിലാണ് അയാൾ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അയാൾ മറന്നു പോവുക മാത്രമല്ല, അത് കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. ആ പാട്രിയാർക്കി അയാൾ ഭരിച്ചുകൊണ്ടാണ് അയാൾ ആ കാര്യം പറയുന്നത്. ഇവിടെ സ്ത്രീകളാണ് ഫേക്കായിട്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഇടപെട്ടൊരു സംഭവത്തിൽ എനിക്കിതിവിടെ സൂചിപ്പിക്കേണ്ടി വന്നു. ഇത് നമുക്ക് വരുന്ന ചർച്ചകളിൽ സംസാരിക്കാം. പാട്രിയാർക്കൽ സൊസൈറ്റി പഠിക്കേണ്ടതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതുണ്ട്. ലേൺ ചെയ്യുക മാത്രമല്ല, അൺലേൺ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് അഡ്വക്കേറ്റ് കുക്കു ദേവകി സൂചിപ്പിച്ചു. നമുക്കിനി മല്ലിക മാഡത്തിലേക്ക് പോകാം. പോകുമ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ചർച്ചയുണ്ടായിരുന്ന സമയത്ത് നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യമുണ്ട്. പൊതുവെ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അനുഭവത്തെ ആശ്രയിച്ചാണ് സംസാരിക്കുന്നത്. ബൗദ്ധികമായ കാര്യങ്ങൾ, യുക്തിപരമായ കാര്യങ്ങൾ സ്ത്രീകൾ സംസാരിക്കുന്നതിൽ പിന്നോക്കമാണ്. ഈ നിലയ്ക്ക് സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു തുലാസും പുരുഷന്മാർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്രിയാർക്കി സംസാരിക്കുന്നതിൻ്റെ ഒരു തുലാസും രണ്ടാണ് എന്ന് പലരും വളരെ പബ്ലിക്കായി തന്നെ അത്തരം മാൻസ്പ്ലെയിനിങ്ങുകൾക്ക് യാതൊരു മടിയും ഇല്ലാത്തൊരു സാഹചര്യം കാണാറുണ്ട്. അതിനെപ്പറ്റി അതെ, 100 പേരിൽ 95 ആൾ, ഇപ്പോൾ ഒരു സത്യസന്ധമായിട്ട് പറയുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ 100 ആളിൽ 5 ആളെങ്കിലും അവിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ വൈകാരികമാവും. കള്ളം പറയുന്ന ഒരാൾക്ക് 5 ആൾ ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടായാൽ പോലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ പറയുന്ന കള്ളാന്ന് അവർക്കും അറിയാം. ഇപ്പോൾ ഈ പാട്രിയാർക്കീനെ സംബന്ധിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മൾ സ്ത്രീകൾ വൈകാരിക, ഇപ്പം നേരത്തെ ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്ര ചിന്തകരാണ്, യുക്തിവാദികളാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുന്നതിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും, വളരെ കുറച്ച്, ഞാൻ ആകെ ഒരാളെയൊക്കെ കണ്ടിട്ടുള്ളൂ, സ്ത്രീകൾ ചർച്ച. ഇതിനകത്ത് സ്ത്രീകളും നിലനിന്ന് ജീവിക്കുന്ന ഈ സാമൂഹ്യ ഘടനയിൽ സ്ത്രീകളുടെ പ്രശ്നമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ജെൻഡർ എന്ന് പറയുന്നതോ സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാലോ പൊതുസമൂഹത്തിൻ്റെ ഇഷ്യൂ ആണ്. ഇവിടെയുള്ള വികസനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം.
വികസനത്തിനകത്ത് ജെൻഡർ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. ഇവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഇവിടുത്തെ പരിസ്ഥിതിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സ്ത്രീ വ്യൂവിലൂടെ സ്ത്രീ പക്ഷത്ത് നിന്ന് കാണുകയും നമ്മുടെ വികസന അജണ്ടകളെ മാറ്റിമറിക്കാനും കഴിയുന്ന തരത്തിൽ ചർച്ചകൾ കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ് സ്ത്രീകൾ. അതല്ലാണ്ട് അത് സ്ത്രീകളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് എന്തോ കുറച്ച് പ്രശ്നങ്ങൾ എന്ന രീതിയിലേക്ക് മാത്രം കാണുന്ന ഒരു കാഴ്ചപ്പാട് യുക്തിചിന്തകരുടെ ഇടയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അത്തരം സാധനങ്ങളിലേക്ക് പലപ്പോഴും എന്താണ് ജെൻഡർ, ഇപ്പം ഞാൻ പറയാം, ജസ്റ്റ് വെറുതെ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങളൊരു ടോയ്ലറ്റ് നിർമ്മിക്കുകയെന്ന് വെച്ചോ, ആ ടോയ്ലറ്റ് നിർമ്മിക്കുമ്പോൾ ശരിക്കും സ്ത്രീകളുടെ ശരീരവും പുരുഷന്മാരുടെ ശരീരവും വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾ നേരെ പോയിട്ട് ഒരു വൃത്തിഹീനമായ ഒരു ടോയ്ലറ്റിൻ്റെ അകത്തൊരു സ്ത്രീ പോയി കഴിഞ്ഞാലും പുരുഷൻ പോയി കഴിഞ്ഞാലും രണ്ട് തരത്തിലാണ് അവരുടെ ആരോഗ്യ പ്രശ്നം. കാരണം വൃത്തിഹീനമായ അന്തരീക്ഷം സ്ത്രീ പോയി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഗർഭപാത്രത്തിലേക്ക് എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ കയറും. അതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ യൂറോപ്യൻ ക്ലോസറ്റുകളും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മൂത്രം ഒഴിക്കണമെങ്കിൽ നിൽക്കേണ്ടത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. കാരണം അത് പരിശീലിച്ചാലേ നമുക്ക് പോകാൻ പറ്റൂ, പുറത്തേക്ക് പോകാൻ പറ്റൂ. ഇത് വരണമെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, യഥാർത്ഥ പ്രശ്നങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ ശാസ്ത്രം, ഇപ്പം നിങ്ങൾ പറയുകയാണ് ഒരു മെഷീൻ നിർമ്മിക്കുകയാണ്, ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ശരാശരി ഒരു പുരുഷൻ്റെ ഹൈറ്റിലാണ് വെച്ചതുണ്ടെങ്കിൽ ശരാശരി സ്ത്രീകളുടെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് അവിടെ എത്തി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഇടങ്ങളിലും, അതുകൊണ്ടാണ് അടുക്കളയൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ട് അടുക്കളയുടെ ഹൈറ്റ് വെക്കുന്ന സമയത്ത് അടുപ്പ് വെക്കുമ്പോൾ മുകളിലുണ്ടാകും. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പ്ലാൻ ചെയ്യുന്ന പുരുഷൻ്റെ ആ കാഴ്ചപ്പാടിലൂടെയാണ്. അപ്പം നമ്മൾ പറയണതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എല്ലാ ഇടങ്ങളിലും ഈ പറയുന്നത്, അപ്പം നമ്മൾ സ്ത്രീകളുടെ ഇഷ്യൂ പറയുന്ന സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ഇഷ്യൂ ആണെങ്കിലും അവരുടെ വ്യൂസിലൂടെ അവരുടെ പ്രശ്നങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായ തരത്തിലേക്കുള്ള വികസന തന്ത്രങ്ങൾ മെനഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് സ്ത്രീകൾ വരാത്തത്? കേരളത്തെ സംബന്ധിച്ച് ഞാനൊരു സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കണ്ട എനിക്ക് 7 PhD സ്റ്റുഡൻസിൻ്റെ അകത്ത് 6 പേരും പെൺകുട്ടികളാണ് PhD കിട്ടി പുറത്തു വന്നത്. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, കേരളത്തിൽ ഏകദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും, ഈവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ മുതൽ എല്ലാ ഇടങ്ങളിലും നമ്മൾ പറയാം അവിടെ എങ്ങനെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ തന്നെ പഠിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും പെൺകുട്ടികളാണ്. പക്ഷേ ജോലി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം അവരൊക്കെ ഹൗസ് വൈഫാണ്. ഇതിനെ നിങ്ങൾ പാട്രിയാർക്കിയുടെ ഒരു കാര്യം കൊണ്ട് മാത്രം ഇതിനെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നിടത്തില്ലാത്ത ഒരു പാട്രിയാർക്കി ജോലി സ്ഥലത്തേക്ക് പോകുന്നിടത്ത് മാത്രം എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ ശാക്തീകരണ തന്ത്രം, അപ്പോൾ നേരത്തെ നമ്മളൊരു ഗ്ലോബലൈസേഷനൊക്കെ ഭാഗമായി ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് പറയാൻ പറ്റുള്ളൂ. കാരണം ഗ്ലോബലൈസേഷൻ ഒരു സെൻസിൽ ഞാൻ പറയും ഈ പറയുന്ന ദളിത് പ്രശ്നങ്ങളെക്കുറിച്ചും ജാതീയതയെയും മതത്തിനെയും സ്ത്രീകളുടെ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ പുറന്തള്ളാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ട്, എന്ന് വെച്ചാൽ ക്യാപിറ്റലിസ്റ്റിനേലും കുറച്ചുകൂടി ഉയർന്ന രൂപമാണ്. അപ്പോൾ അങ്ങനെ ഭയരഹിതമായി കുറച്ചുകൂടി പുറത്തു വരാൻ പറ്റുന്ന സാധ്യത ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമായി ഉണ്ടാവുമായിരുന്നെങ്കിൽ അതിനെ ബോധപൂർവം തളയ്ക്കാൻ വേണ്ടി ഓടുന്ന പട്ടിയുടെ ഒരു മുഴം മുമ്പേ എറിയുക എന്ന് പറയുന്ന തരത്തിലാണ് വളരെ കൃത്യമായി സ്പോൺസേഡ് ആയിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ കാലഘട്ടങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ കോവിഡിനോട് നമ്മൾ നന്ദി പറയുകയാണ്, അതല്ലെങ്കിൽ സാങ്കേതിക വിദ്യ പൂർണ്ണ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, സ്ത്രീകളിൽ നിന്ന് മാറുമായിരുന്നു. അപ്പം നിങ്ങളിവിടെ എല്ലാ ഇടങ്ങളിലും എല്ലാ ഷോപ്പിംഗ് മാളുകളിലും നിങ്ങൾ ഈ ഇത് വെക്കുമ്പോൾ ക്യാമറ വെക്കുന്ന സമയത്ത് അതിലൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ലെങ്കിലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ മോർഫ് ചെയ്യും, അവിടെ മുഴുവൻ പ്രശ്നമാണെന്ന് പ്രചരിപ്പിക്കുമ്പോഴും നമ്മുടെ യുക്തിചിന്ത അവിടെയൊന്നും പ്രവർത്തിക്കാറില്ല. സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ ഇപ്പം എൻ്റെ ശരീരം നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന നിയമങ്ങളുടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഡൗറി പ്രോഹിബിഷൻ ആക്ട് കൊണ്ടുവന്നു. ഇവിടെ ഈ അടുത്ത കാലത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്ത്രീധന മരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നിയമം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിനകത്ത് രണ്ടാമത് വരുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയ സിസ്റ്റത്തിൻ്റെ അകത്ത് വളരെ കൃത്യമായ ഒരു തരത്തിലേക്കുള്ള ഉയർച്ച ഉണ്ടാവാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന നിയമം മിസ്യൂസ് ചെയ്യപ്പെടും. അത് നേരെ തിരിച്ച് വളർന്നു വരുന്ന സ്ത്രീപക്ഷ ആശയങ്ങളെ വളരെ കൃത്യമായി തളയ്ക്കുകയും ചെയ്യും. അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യം 1-2 കേസസ് 100 കേസിൻ്റെ അകത്ത് 95 പേർക്കും പറയാനുള്ള ചാൻസ് നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മൾ കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ നോക്കി വളരെ കൃത്യമായ സ്ത്രീ വിരുദ്ധ. കാരണം ഞാൻ കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോയി എൻ്റെ എല്ലാ വേരുകളും അറുത്തുമായിട്ട് ഞാൻ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു വീടൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ കേസ് അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ഇറങ്ങിപ്പോരൂലേ? 20 വർഷം PGയും PhDയും എല്ലാ തരത്തിലുള്ള സംവിധാനം ഉണ്ടായിട്ട് 20 കൊല്ലം ഇതിൻ്റെ ഉള്ളിൽ തളയ്ക്കപ്പെട്ടിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊരു ഒറ്റപ്പെട്ട ഒരാളാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഞാൻ ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു വ്യക്തി പോലെ എന്നെ വിളിച്ചിട്ടില്ല. കാരണം എന്താ? സദാചാരം. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ്. എൻ്റെ സൗഹൃദങ്ങൾ എനിക്ക് വർത്താനം പറയുന്ന ഒരു സ്ത്രീയെ എനിക്ക് സംസാരിക്കാൻ കിട്ടുമായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ സംസാരിച്ച് കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ എൻ്റെ ഭർത്താവ് വരുന്നുണ്ടേ മുണ്ടേന്ന് പറയും. രാത്രി 12 മണിക്ക് 1 മണിക്ക് ഉറക്കമില്ലാണ്ട് കിടക്കുന്ന സമയത്ത് നമുക്കാകെ വിളിച്ചാൽ കിട്ടുക ഈ പറയുന്ന രീതിയിലേക്ക് പുരുഷന്മാരെയാണ്.
അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ട്യൂണ് മാറും. അപ്പോൾ നമ്മൾ അന്നിനും ഒഴിവാക്കും. എന്നിട്ട് മറ്റേലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നാളെ പിറ്റേ ദിവസം ഇവർ പ്രചരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഒരു സെക്സ് ബോംബാണ്. ഞാൻ ഈ ചോദിക്കുന്ന വെച്ചാൽ എനിക്കൊരു സെക്സ് ബോംബ് ആണെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന ഈ മനുഷ്യർ മുഴുവൻ സെക്സ് ബോംബുകളാണ്. അതിലില്ലാത്ത പ്രശ്നം എനിക്കെന്താണെന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണേൽ പറഞ്ഞോ എന്ന് പറയാൻ ആർജവ നമുക്ക് ഉണ്ടാണ്ട്. അതിനൊക്കെ കരഞ്ഞിരുന്നു കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെക്ഷൽ നീഡ്സിനെ സംബന്ധിച്ച് ഇപ്പം പറയുന്ന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം സെക്ഷൽ റേപ്പിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ മാനസികമായി ചെറുപ്രായം മുതൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാക്കണം, ഇതാക്കണം. ഇതൊന്നും പീഡനമായി കാണാത്തിടത്ത് ഒരാൾ വന്നിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ പീഡനം. പോടോ എന്ന് പറയാൻ പറ്റുന്ന ആർജവാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പറയുന്ന രീതി കേസ് നടത്തി പലയിടങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കണ്ണീര് ഒലിപ്പിച്ച് പ്രശ്നമാക്കി എന്ത് ട്രോമ. ഈ ട്രോമയൊന്നും അല്ല വേണ്ടതെന്ന് പറയാനും നിനക്ക് നഷ്ടപ്പെടാത്തൊന്നും എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാക്കുന്നതിന് പകരം ഇതിനൊക്കെ മാറ്റി നിർത്തി അവിടെ ഭയപ്പെടുത്തി ഇവിടെ ഭയപ്പെടുത്തി കൊണ്ടുപോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എനിക്കൊരു ചാൻസ്, എനിക്ക് സംസാരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വൈകാരികമാവും. നിങ്ങൾ നിരന്തരമായ അവസ്ഥയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, കുറേ സംസാരിക്കാനുള്ള ചാൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യർ കുറച്ചുകൂടി പക്വതയോടെ കാരണം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഇടിച്ചു കയറി പറയേണ്ടിടത്ത് നമ്മൾ വൈകാരികം, അത് എനിക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈകാരികമായി സംസാരിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട്. എന്നെ വല്ല പേടിയായിരുന്നു ആൾക്കാർക്ക്, എന്താ വിളിച്ചു പറയാമെന്നറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സത്യം പറയും. ഇപ്പം നമ്മളെ ഭയമാണ്. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കള്ളം പറയുന്നവർക്ക് ഭയങ്കര പോളിഷ് അടിച്ച് പറയാൻ പറ്റും. കാരണം അവർ പറയുന്നതൊക്കെ വളരെ പ്ലാൻഡായിട്ട് പറയാം, വളരെ നന്നായിട്ട് അവർ ബിഹേവ് ചെയ്യാം. നിങ്ങളൊരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് ഭീകര പീഡനമൊക്കെ നടത്തിയ ആളുകൾ വന്നിട്ട് അയ്യോ ഭയങ്കര പ്രശ്നം അവൾ അങ്ങനെയെന്ന് പറയും. ആളുകൾ അതാ വിശ്വസിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് ഇവർക്ക് സംബന്ധിച്ച് ഫേക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ സത്യം പറയുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ പറയണ നമ്മൾ സംഘപരിവാറിൻ്റെ ഇഷ്യൂവിൻ്റെ അത് നമുക്കറിയാം. അവരെ സംബന്ധിച്ച് നിങ്ങൾ എത്ര വിമർശിച്ചാലും ഒരു പ്രശ്നമല്ല, അവരിങ്ങനെ നിൽക്കും കൂളായി നിൽക്കും. കാരണം അവർക്കാകെ വേണ്ട ഇപ്പോൾ 100 പേരിൻ്റെ അകത്ത് ഒരു 5 ആളെ കൺഫ്യൂസ്ഡ് ആക്കി കഴിഞ്ഞാൽ അവർ ജയിച്ചു. അതേസമയം നമ്മളെ സംബന്ധിച്ച് പൂർണ്ണാർത്ഥത്തിൽ സത്യസന്ധമാണ്. എനിക്കുണ്ടായ അനുഭവം ഇതാണെന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എന്നിലേക്ക് കൊണ്ടുവന്ന ഒരു ഫിലോസഫി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആവാവൂ, ഞാൻ ഇങ്ങനെ ചെയ്യാവുള്ളൂ, എൻ്റെ ശരീരം ഭയങ്കര പവിത്രമാണ്, ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്ന കുറേ നമ്മുടെ കെട്ടുപാടുകളുണ്ട്, ഉണ്ടാക്കി വെച്ച കുറേ സാധനമുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഇൻറ്റേർണൽ ഫൈറ്റ് നടത്തിയിട്ടാണ് ഒരാൾ മുന്നോട്ട് വന്ന് സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണലായിട്ടും ഈ ഫൈറ്റും കൂടി വരുമ്പോൾ നാച്ചുറലി എന്ത് ചെയ്യുന്നു അതാരും വിശ്വസിക്കൂല പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വിശ്വാസം കേൾക്കുന്നത് നമ്മൾ വിശ്വസിക്കുക എങ്ങനെയാണ്. ഞാനൊരു വസ്തു കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനല്ല കാണുന്നത്, അത് ഞാൻ ഇപ്പം ഈ ഒരു സാധനത്തിൽ കാണുന്നു, ആ വസ്തു അല്ല കാണുന്നത് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ ഫിലോസഫിയാണ്. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല. ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ കണ്ണുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എങ്ങനെയാണോ എന്നെ കാണാൻ ശ്രമിക്കുന്നത് അത് വെച്ചാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ഫിലോസഫിയിലൂടെയാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിലനിൽക്കുന്ന ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചില നോംസ് ഉണ്ട്. അതിൽ നമ്മൾ പാട്രിയാർക്കി എന്ന് പറയാം, മെയിൽ ഡോമിനൻസ് എന്ന് പറയാം, നേരത്തെ പറഞ്ഞ ഇൻ്റർസെക്ഷനാലിറ്റി വളരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സാധനം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് പോലെ ഒരു ദളിത് പുരുഷന് നിന്ന് സംസാരിക്കാൻ കഴിയില്ല. അത് ഈ ദളിത് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പ്രിവിലേജിൻ്റെ രീതിയിലല്ല. ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് വേറൊരു പ്രിവിലേജ് ഉണ്ട്. അവിടെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ നിസ്സഹായരായി നിൽക്കുന്ന പുരുഷൻ പോലും മറ്റൊരു രീതിയിലേക്ക് അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തിനേക്കാളും കുറച്ചുകൂടി പ്രിവിലേജ്ഡാണ്. നമുക്ക് വെറും ഫുള്ളായിട്ട് സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിലേക്കൊന്നും നമുക്കതിനെ കാണാൻ പറ്റില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രിവിലേജസിനെ വളരെ കൃത്യമായിട്ടുള്ള ഇന്റേണൽ കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് പരിഹരിക്കാനും ആ രീതിയിൽ ഇടപെടാനും പറ്റുന്നുള്ള സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ പലപ്പോഴും നമ്മൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യമായിട്ട് പറയുന്നത്. രണ്ടാമത് ഹൗസ് ഹോൾഡിനെ കുറിച്ച് നമ്മൾ മറന്നുപോകാം. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാരും ഇപ്പം ഞാൻ പണ്ട് സി രവിചന്ദ്രൻ്റെ ഒരു ടോക്കിൽ പങ്കെടുത്തിരുന്നു. വെസ്റ്റിയിൽ വെച്ച് യുക്തിവാദി സംഘം നടത്തുന്ന ഒരു സാധനമാണ്. അതിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ യുക്തിവാദിയുടെ ഭാര്യ എന്നാണ്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാൽ യുക്തിവാദി പുരുഷനാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് യുക്തിപൂർവ്വം ചിന്തിച്ചെന്ന് വെച്ചു. അവർക്ക് സംസാരിക്കാൻ വിസിബിൾ അല്ലാത്ത ഞാനൊക്കെ ഞാൻ കല്യാണം കഴിച്ചു പോയി ഒരു RSS ഫാമിലിയിലേക്കാണ് കല്യാണം കഴിച്ചു പോയി. അവരെന്നെ പിടിച്ചു ജോൾസിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. പക്ഷേ എൻ്റെ തോട്ട് എന്ന് പറയുന്ന സാധനം ചിന്തകളെന്ന് പറഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ഇതൊക്കെ മാറും എന്ന് പറഞ്ഞു. അവർ മാറി, ഞാൻ മാറിയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഇറങ്ങിപ്പോന്നപ്പോൾ നിലവിൽ നിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എന്നോട് കാണിച്ചതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒറ്റപ്പെടുത്തലാണ്. അവിടെ ഞാൻ വൈകാരികമായിട്ടുണ്ട്, മാനസിക സംഘർഷപ്പെട്ടിട്ടുണ്ട്, ഡിപ്രഷനിൽ പെട്ടിട്ടുണ്ട്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. കൂടെ നിൽക്കാൻ ആരും ഇല്ലെങ്കിൽ, ചേർത്ത് പിടിക്കാൻ ആളില്ലെങ്കിൽ മനുഷ്യർ വൈകാരികമാവും. ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി സംസാരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച പ്രശ്നമുണ്ട്. കാരണം ഇന്റേണൽ ഫൈറ്റ് ഒരു തരത്തിൽ, എക്സ്റ്റേണൽ ഫൈറ്റ് മറ്റൊരു തരത്തിൽ. ഇതിനെ അതിജീവിക്കണമെങ്കിൽ ഈ
പറയുന്നത് പറയാൻ മനസ്സിലാകുന്ന ഒരു സൊസൈറ്റി എങ്കിലും വേണം. ഇതൊരിക്കലും പുരുഷൻ്റെ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ വ്യക്തിവികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സ് വരെയുള്ള പീരീഡാണ്. ഇവിടെ വൈകാലികത നിർണ്ണയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡ് ചൈൽഡ്ഹുഡാണ്. ഇവിടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ ആരാണ്? സ്ത്രീകളാണ്. അംഗൻവാടി ടീച്ചർമാർ, അമ്മമാരിൽ നിന്നാണ് കൂടുതൽ ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഐഡിയോളജിയാണ്, ഇവരുടെ ഉള്ളിലൊക്കെ ഉറച്ചു കിടക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. അത് നമ്മൾ ഏതെങ്കിലും പുരുഷനോടോ സ്ത്രീയോടോ ഫൈറ്റ് ചെയ്തുണ്ടാവുന്നതല്ല. കാരണം ആ ആശയത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ആ ആശയം നിർമ്മിക്കുന്ന എല്ലാ ഇടങ്ങളിലൂടെയും, അത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളിലൂടെയാണെങ്കിലും, അത് നിർമ്മിക്കപ്പെടുന്ന ഡെവലപ്മെൻറ്റ് പേഴ്സ്പെക്റ്റീവിനോടാണെങ്കിലും അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂ, തിരുത്താൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ ഈ പറയുന്ന പുരുഷനും സ്ത്രീയും ട്രാൻസ്ജെൻഡർ എല്ലാവരും ഇരകളാണ്. ഇരകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്നിച്ച് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുക, അതിന്നിട്ട് റൂൾ ചെയ്യുക എന്ന് പറയുന്നൊരു പോളിസി നെക്സ്റ്റ് വേയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുകയാണെന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഒന്നിച്ച് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഇടങ്ങളിലൊക്കെ ചേർന്ന് നിൽക്കുകയും പിന്നെ ആശയപരമായി വിമർശിക്കുകയും വ്യക്തിപരമായി ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ഫിലോസഫിക്ക് മാത്രമേ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിരാമിയിലേക്ക് വരുന്നു. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു യുവതലമുറയെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു യുക്തിവാദി എന്ന് പറയുന്നത്, ഇപ്പോൾ ടീച്ചർ സംസാരിച്ചതുപോലെ യുക്തിവാദി എന്ന് പറയുന്നത് ഒരു പുരുഷൻ യുക്തിവാദി സമം ഒരു പുരുഷനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. മറ്റൊന്ന്, പ്രതികരിക്കുന്ന ഒരു സ്ത്രീക്ക് പോലും പലപ്പോഴും നോട്ട് ഓൾ മെൻ എന്ന് പറയേണ്ടി വരുന്നു. അതായത് പുരുഷാധിപത്യം എന്നുള്ളതിനെ അല്ലെങ്കിൽ പാട്രിയാർക്കി എന്നുള്ളതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ ഈ നോട്ട് ഓൾ മെൻ എന്നുള്ള ലേബലിലേക്ക് തളയ്ക്കപ്പെടേണ്ടി വരുന്ന 2 സാഹചര്യങ്ങൾ, ഇവയും കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അഭിരാമി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആദ്യം ഇത് പറഞ്ഞ സമയത്ത് സൂചിപ്പിക്കണം വിചാരിച്ചാണ്, എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ പെണ്ണുങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന ഈ ഒരു സെഷനേക്കാളും നന്നായിരുന്നത് എല്ലാ സെഷനിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാത്തിലും നമുക്കൊരു ധാരണയുണ്ട്, ചില കാര്യങ്ങൾ ഈ സ്ത്രീകൾക്ക് പറയാൻ സാധിക്കില്ല, ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതിൽ മാത്രമേ നമുക്കൊരു നോളജ് ഉള്ളൂ. അതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യുക്തിവാദികൾ ആണുങ്ങൾ മാത്രമായി പോകുന്നു എന്നുള്ളൊരു പൊതുധാരണ നമുക്ക് വരുന്നതിൻ്റെ ഒരു പോയിന്റ് അവിടെയാണ്. ചില സാധനങ്ങൾ അവിടേക്ക് മാത്രം ഒതുങ്ങുകയും ചില നോളജിൻ്റെ ചില പെർസ്പെക്റ്റീവുകൾ മാത്രം നമ്മളിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില സാധനങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ മാത്രം നമ്മൾ കുറച്ച് ആളുകൾ ഇവിടെ ഇങ്ങനെ എല്ലാ വേദികളിലും, ഈ വേദിയിൽ മാത്രമൊന്നുമല്ല പല വേദികളിലും ഈ സ്ത്രീകളുടെ പ്രശ്നം പറയാൻ കുറേ സ്ത്രീകൾ, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത അവസ്ഥ ഇഷ്ടംപോലെ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വേദികളിലും ഈ സെയിം കൺസേൺ നമ്മൾ ഉന്നയിക്കാറുമുണ്ട്, പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പം ഈ ഒരു ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നൊരു സാധനം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിന്നോട്ടായി പോകുന്നതിൻ്റെ ഒരു കാരണം എല്ലാ ജെൻഡറും, ഇത് സ്ത്രീ എന്ന് പറയുന്നൊരു സാധനമല്ല, മറ്റെല്ലാ ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ മറ്റെല്ലാ ജെൻഡറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിലും എനിക്ക് തോന്നിയത് ഒരു തരം കണ്ടീഷനിങ് ആണെന്നാണ്. സൈക്കോളജിയിൽ അതിന് അങ്ങനെ പറയും, കണ്ടീഷനിങ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മളെ ലേബൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്ന ആൾ ഇന്നത് ചെയ്യണം, ഇന്ന ആൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേബൽ ചെയ്യുന്നത് എന്താണോ അത് ശീലിച്ചിട്ട് നമ്മൾ വളരുന്ന സമയത്ത് അത്രയും അടിയുറച്ചു പോയിട്ടുള്ളൊരു സാധനത്തിന് അത്ര പെട്ടെന്ന് പിഴുതെറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എത്രയോ കാലം മുമ്പ് സംസാരിച്ച സാധനം തന്നെ നമുക്ക് ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. പിന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു പോയിന്റ്, അത്രത്തോളം ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് അത്രത്തോളം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതൊരു സത്യം. ഞാൻ എൻ്റെ ഭാഗത്തു നിന്നാണ് പറയുന്നത്, അതൊരു സത്യമാണ്. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, എൻ്റെ അതേ ജനറേഷനിൽ പെട്ട എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എൻ്റെ അത്രത്തോളം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുമില്ല. അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. നമ്മളെങ്ങനെ ജീവിച്ചു വരുന്നു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനത്തെ ഒരു രീതിയിൽ, എങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളർന്നു വരുന്നു എന്നുള്ളതും കൂടി ഉണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു സമൂഹം ഇങ്ങനെയാകുമ്പം അതിന് നമുക്കൊരു മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കേണ്ടി വരുന്നത്, ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്. ചില സമയങ്ങളിൽ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ അതൊന്ന് പോയിന്റ് ചെയ്യണം തോന്നിയതുകൊണ്ടാണ്. എനിക്കത് ശരിയാണോ ഞാൻ പറയുന്നതെന്ന് അറിയില്ല. നേരത്തെ ജയശ്രീ മാഡം പറഞ്ഞ പോലെ ഈ ട്രോമ എന്ന് പറയുന്ന സാധനത്തിനെയല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ
ഇതിനെതിരെ പറയാനുള്ള ആർജവത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞു. ഇത് സത്യമാണ്, നമുക്ക് അങ്ങനത്തെ ഒരു ആർജവത്തിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഈ ട്രോമകൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഇതിനത്ര നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ട്രോമ എന്നുള്ളതാണ്. നമ്മളടുത്തേക്ക് വരുന്ന ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങളാരും ധൈര്യമില്ലാത്തവരോ തൻ്റേടമില്ലാത്തവരോ നിലപാടുകളില്ലാത്തവരോ അല്ല. പക്ഷെ എന്തെങ്കിലും സാഹചര്യത്തിൽ അവർക്കിത് നേരിടേണ്ടി വരുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യം, അത് ഒരു ഷോക്കിംഗ് ആണത്. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാനൊക്കെ വിചാരിക്കും, ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്ന സമയത്ത് വരട്ടെ വന്നാൽ ഒന്ന് കൊടുക്കാമെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും മനസ്സിൽ. പക്ഷേ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഷോക്കിങ്ങിൽ നമ്മൾക്ക് ചിലപ്പോൾ അത്രത്തോളം നമ്മൾ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു മെൻ്റൽ ഇമേജ് ഉണ്ട്, ആ ഒരു റിയാക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ നേരിടുന്ന ഒരു ട്രോമയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് നിലപാടുകളില്ലാത്തതുകൊണ്ടോ തൻ്റേടമില്ലാത്തതുകൊണ്ടോ ആർജവമില്ലാത്തതുകൊണ്ടോ അല്ല. അപ്പം പുതിയൊരു തലമുറ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ ഒതുക്കപ്പെട്ടിട്ടുള്ള ആളുകളല്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ആളുകളാണ്. പക്ഷേ ചില ആളുകൾക്കെങ്കിലും ഒരു അഭിപ്രായമുണ്ട്, നമ്മൾ അത്രത്തോളം പ്രതികരിക്കുന്നവരല്ല, നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ ജീവിക്കുന്നു, നമ്മൾ നമ്മളുടേതായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, നമ്മളാണ് ചില സന്ദർഭങ്ങളിലെങ്കിലും കേട്ടിട്ടുണ്ടാവും നമ്മളുടെ ഡ്രസ്സിങ് ആണ് മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത് നമ്മളുടെ ഡ്രസ്സിങ് ആണ്. അപ്പം ഇത്തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാറേണ്ട അവരുടെ ചിന്താഗതിയാണ് എന്നുള്ളതല്ലാണ്ട് ഇതിൽ വേറൊരു ആൻസർ കൊടുക്കാനില്ല. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ. ഇതിനോട് അഡ്വക്കേറ്റ് കുക്കു ദേവകി പ്രതികരിക്കും. അഭിരാമിയുടെ ഉത്തരം എനിക്ക് ആ ട്രോമയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ കോടതിയിൽ ഇരുന്ന് ട്രോമ അടിച്ച ആളാണ്. അത് ലോങ് ബാക്ക് സൂര്യനെല്ലി കേസിൻ്റെ നടക്കുന്നു, ഹൈക്കോടതിയിൽ അതിൻ്റെ വാദം നടക്കുന്നു, ആർഗ്യുമെൻറ്റ്സ് നടക്കുന്നു. ബസന്തുണ്ട്, ഗഫൂർ ജഡ്ജുണ്ട്, ഡിവിഷൻ ബെഞ്ചാണ് കേൾക്കുന്നത്. ആ സമയത്ത് പ്രതികളുടെ നമുക്കൊക്കെ അറിയാമല്ലോ സൂര്യനെല്ലി കേസ് ഏറ്റവും ആദ്യത്തെ നമ്മളൊക്കെ ഇങ്ങനൊരു പെൺവാണിഭം കേരളത്തിലുണ്ടോ എന്ന് ചിന്തിച്ച സമയത്തുള്ള ആദ്യത്തെ കേസ് സൂര്യനെല്ലി കേസ്. അപ്പോൾ അതിൻ്റെ വാദം നടക്കുമ്പോൾ പ്രതികളുടെ വക്കീലന്മാർ പറയുന്ന ചില കാര്യം, ഞാനും അഡ്വക്കേറ്റ് അനില ജോർജും ആണ് അന്ന് കോടതിയിലുണ്ടായിരുന്ന 2 സ്ത്രീകളായിട്ടുള്ള വക്കീലന്മാർ. അപ്പോൾ ഇവർ 8ാം ക്ലാസ്സിലെ കുട്ടി നുണ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് നുണ പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നുണ്ട്, ഇവനായിട്ടുള്ള എന്തോ ബന്ധത്തിൻ്റെ പുറത്തായിരിക്കും പൈസ വാങ്ങിക്കുന്നുണ്ട്, എന്തോ അവൾ പറഞ്ഞ സ്കൂളിൽ ആവശ്യമുണ്ട്, അങ്ങനെ 9ാം ക്ലാസ്സിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കോടതി കണ്ടെത്തുന്നൊരു കാര്യമുണ്ട്, ഇവള് നുണ പറച്ചിലുകാരിയാണ്. അതായത് 8ൽ നുണ പറഞ്ഞു, 9ൽ നുണ പറഞ്ഞു, 10ൽ നുണ പറഞ്ഞു. അതുമാത്രമല്ല, അന്നാണ് നമ്മൾ ആദ്യം കേരളം കേട്ട ഒരു വാക്ക്, അവിടെ നിന്ന് ആദ്യം കേട്ടതാണ് ഞാനും അനില വക്കീലും, ബാലവേശ്യ, ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു വാക്ക് അന്നാണ് കോടതി. അന്ന് ഞാൻ ട്രോമ അടിച്ചു കോടതിയിലിരുന്ന് ഞാനും അനില വക്കീലും ട്രോമ അടിച്ചു. അപ്പോൾ ട്രോമ എന്നുള്ളത് അത് അനുഭവിക്കാത്ത, അതായത് ആ കുട്ടിയല്ല ഞാൻ, എന്നിട്ടും ട്രോമ ഉണ്ടായി. അന്ന് കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, കരയാമായിരുന്നില്ല, സുഭാഷ് പാർക്കിൽ കൊണ്ടുവരുന്നുണ്ട് ഈ കുട്ടീനെ. അപ്പം കോടതി ചോദിക്കുന്നുണ്ട്, സുഭാഷ് പാർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമായ സ്ഥലമാണ്, എറണാകുളത്ത് പോയാൽ എല്ലാവർക്കും അറിയുണ്ടാവും. അവിടെ ഈ കുട്ടീനെ ഈ പ്രതികൾ കൊണ്ടുവരുന്നുണ്ട്, അവിടെ നിന്ന് കരയാമായിരുന്നില്ലേ എന്നുള്ളത്. ഈ കരച്ചിൽ നമ്മൾ പിന്നെ കേട്ടതാ, ഈ കരച്ചിൽ കേട്ടു എപ്പോഴാണ്? സൗമ്യ, ട്രെയിനിൽ വെച്ച് കൊല്ലപ്പെട്ട സൗമ്യ കരയുന്നുണ്ട്. സൗമ്യ കരയുമ്പോൾ സൗമ്യയുടെ കൂടെ സഞ്ചരിച്ച പാസഞ്ചേഴ്സ് എന്താണ് വിചാരിച്ചത്? ഭാര്യയും ഭർത്താവും കൂടി വഴക്ക് കൂടുകയാണ്. അപ്പോൾ അകലെന്ന് കാണുന്നുണ്ട് ആരോ അവിടെ ഗുസ്തി കൂടുന്നതൊക്കെ, ഏതോ പാസഞ്ചേഴ്സൊക്കെ കാണുന്നുണ്ട്, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ആ കുട്ടീനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് റേപ്പ് ചെയ്ത് കൊല്ലുന്നത്. ആ കുട്ടി കരഞ്ഞു. സുഭാഷ് പാർക്കിൽ അവിടെ ആ കുട്ടി കരഞ്ഞില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ പ്രശ്നം. അപ്പോൾ കരഞ്ഞില്ലെങ്കിലും കുഴപ്പം പിടിച്ച, അല്ലെങ്കിൽ കോടതി പോലും ഒരു കോടതിയുടെ ഉള്ളിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്ന നമ്മുടെ അതിജീവിതയായ നടിയുടെ കേസിൽ ഹാഷ് വാല്യൂ മാറിപ്പോവാണ്. അതെങ്ങനെ ഹാഷ് വാല്യൂ മാറുന്നത്? നമ്മൾ കോടതിനെ ഒരു കാര്യം നമ്മൾ എന്തിനാ ഏൽപ്പിക്കുന്നത്? അതിസൂക്ഷ്മമായിട്ട് അതിസുരക്ഷിതമായിട്ട് അത് അവിടെ ഇരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണല്ലോ നമ്മളത് അവിടെ ഏൽപ്പിക്കുന്നത്, ആ മെമ്മറി കാർഡ്.
അതിൻ്റെ ഹാഷ് വാല്യൂ മാറിപ്പോകുന്നു. എന്നിട്ട് ആ കുട്ടി പറയുന്നു, എനിക്കിനി അടച്ചിട്ട കോടതിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട, എനിക്ക് തുറന്ന കോടതിയിൽ കേസ് നടത്തിയാൽ മതി എന്നുള്ളത്. അങ്ങനെ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് അത്തരം കേസുകളിലൊക്കെ നടക്കുന്നത്. എന്നിട്ട് ആ കുട്ടി പറയും, എനിക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ശരിയല്ലേ? ഒരു കോടതിയിൽ പോലും സുരക്ഷിതമായിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ട്രോമയെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനോട് എങ്ങനെയാണ് ഇടപെടുക? അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഇത് അവിടുത്തെ സ്ത്രീകൾ, ഇപ്പോൾ അതിജീവിതയായ ആ സ്ത്രീ അല്ലെങ്കിൽ ആ നടി അവരുടെ മാക്സിമത്തിലധികം അവർ കരുത്ത് കാണിക്കുന്നുണ്ട്, അവർ ഇടപെടുന്നുണ്ട്. അവർ ആ വാദം കഴിഞ്ഞിട്ട് അവരെ വിചാരണ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് അവർ പറഞ്ഞത് അവർ മരിച്ചു ജീവിച്ചു എന്നാണ് പറഞ്ഞത്. അവരാവശ്യപ്പെട്ടിട്ടാണ് ഒരു സ്ത്രീ ആയിട്ടുള്ള ജഡ്ജിനെ അനുവദിച്ചു കൊടുക്കുന്നത്. ആ കോടതിയിലാണ് അവർ മരിച്ചു ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അത്രമേൽ സ്ത്രീവിരുദ്ധത നിറഞ്ഞ, അത് സ്ത്രീവിരുദ്ധത എങ്ങനെ ഇവിടെ നമ്മൾ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ആരാണ്? സ്ത്രീകളാണോ അതിനെ ടാക്കിൾ ചെയ്ത് അതിനെ പരുവപ്പെടുത്തേണ്ടത്? എന്നോട് ഞാൻ ഒരിക്കൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഇതുപോലെ പറയുന്നുണ്ട്, നിങ്ങളെ ശാക്തീകരിക്കപ്പെടണം, അങ്ങനെ നിങ്ങളോട് നിങ്ങളുടെ അടുത്ത് വരുന്ന ആളെ അടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോടൊരു സ്ത്രീ ഇതേ കാര്യം ഏഷ്യാനെറ്റിലൊരു ഇൻ്റർവ്യൂവിൽ ഒരു പെൺകുട്ടി പറയണ്ടായി. എന്നോട് അവിടെ എഴുന്നേറ്റുന്നൊരു സ്ത്രീ ചോദിക്കുകയാണ്, മാഡം ഞങ്ങളിങ്ങനെ ശാക്തീകരിക്കപ്പെട്ടു പോയിട്ട് ഞങ്ങൾ ഏത് വീട്ടിലേക്കാണ് കയറി പോകേണ്ടതെന്ന്. ശാക്തീകരിക്കപ്പെട്ട ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ വീടകങ്ങളിൽ ആരും ഇല്ലല്ലോ എന്നുള്ളത്. അതൊന്ന് ആലോചിച്ച് നോക്കും. ശാക്തീകരിക്കപ്പെട്ട ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ ആരുമില്ല. അപ്പം ഈ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെയുള്ള ഇതിനേക്കാൾ ചെറുതായിട്ടുള്ള വളരെ ന്യൂജനായിട്ടുള്ള ഒരു പെൺകുട്ടി പറയുന്നു, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ശാക്തീകരിക്കപ്പെട്ട ഒരു പെണ്ണാണ്, എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പുരുഷ സുഹൃത്ത് എനിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പം എവിടെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടതെന്നുള്ളതാണ്. ഇതെവിടെയാണ് ഇതിനെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് രീതി. അങ്ങനെ സ്ത്രീകൾക്ക് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അത്തരത്തിൽ മതിയല്ലോ. ഇപ്പോൾ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ വനിതാ സെല്ലോ അല്ലെങ്കിൽ വനിതാ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ അത്തരമുള്ള നിയമവ്യവസ്ഥയിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടല്ലോ. സ്ത്രീകൾ അങ്ങനെ പ്രിവിലേജ്ഡ് ആണെങ്കിൽ അധികാരത്തിൻ്റെ ഏജൻസിയിൽ സ്ത്രീകൾ ഉണ്ടോ എന്നുള്ളത്. ഒരു പ്രിവിലേജ്ഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അധികാരത്തിൻ്റെ ഏതെങ്കിലും ഏജൻസിയിൽ സ്ത്രീകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോഴും തുല്യമായിട്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തിലാണ് തുല്യമായിട്ട് സ്ത്രീകൾ വന്നിട്ടുള്ളൊരു ഭരണം ഇവിടെയുള്ളത്. അല്ലാതെ നമ്മുടെ നിയമസഭയിലോ പാർലമെൻറ്റിലോ ഒക്കെ തുല്യ പങ്കാളിത്തമുണ്ടോ സ്ത്രീക്ക്? തുല്യ പങ്കാളിത്തമില്ല. വീടുകളിൽ പോലും ഒരു മരണത്തിൽ പോലും ആരാണ് അവിടെ അധികാരപ്പെടുന്നത്? ആ മരണത്തിൽ പോലും ആരാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഏജൻസി? ഒരു വിവാഹത്തിൽ ആരാണ് തീരുമാനമെടുക്കുന്ന ഏജൻസി? എന്നോടൊരു സ്ത്രീ വന്ന് ചോദിച്ചിട്ടുള്ളതാണ്, എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ കൈപിടിച്ച് കയറ്റാൻ, പുതിയ വരനെ കൈപിടിച്ച് കയറ്റാൻ എൻ്റെ മകളുടെ അനിയത്തി ഉണ്ട്, അതായത് അവൾക്കൊരു അനിയത്തി ഉണ്ട്, അനിയത്തീനെ സമ്മതിക്കുന്നില്ല. ഒരു പെൺകുട്ടി കൈപിടിച്ച് കയറ്റണ്ട എന്നാണ് സമൂഹം പറയുന്നത്. അങ്ങനെ വല്ല നിയമമുണ്ടോ എന്നാണ് ഒരു സ്ത്രീ എന്നോട് വന്ന്, വളരെ പാവപ്പെട്ടൊരു സ്ത്രീ വന്ന് എന്നോട് ചോദിച്ചത്. മാഡം അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? ഞാൻ അങ്ങനെ ഒരു നിയമവുമില്ല, ഏതോ വകയിലുള്ളൊരു ആങ്ങളേനെ കൊണ്ടുവന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അധികാരത്തിൻ്റെ ഏജൻസിയിൽ എവിടെയാണ് സ്ത്രീ ഉള്ളത്? അവിടെയാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അധികാരപ്പെട്ടിരിക്കുക പവർ എവിടെയാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്? അധികാരം എവിടെയാണുള്ളത്? അപ്പം അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ സ്ത്രീകൾ എപ്പോഴാണ് വന്നിരിക്കുന്നത്? ഇപ്പം മല്ലിക ടീച്ചർ വർക്ക് ചെയ്യുന്ന കോളേജിലാകട്ടെ, ഇനിയിപ്പം അവിടെ ഒരു എന്താ പറയുക IC പോലെയുള്ള കാര്യങ്ങൾ, ഞാൻ പല ICയിൽ ഇപ്പോൾ സിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ICയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരമാവധി അവിടെയുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെ അത് ഒതുക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് പുറത്തേക്ക് വരാതെ നോക്കാം എന്ന് ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും ഞാൻ കണ്ടിരിക്കുന്ന ICകളിൽ ഇത് സ്ത്രീകൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിന്ന് ഈ കാര്യത്തിന് അല്ലെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന ഈ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ പുറത്തേക്ക് എത്തിക്കാനാണ് സ്ത്രീകൾ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഒരിക്കലും പുരുഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ശത്രുവിൻ്റെ വശത്തല്ല, അല്ലെങ്കിൽ
വേറെ എതിർഭാഗത്തോ നിൽക്കുന്ന ഒരു സംവിധാനമേ അല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെ തന്നെ തുല്യമായിട്ട് അധികാരമാകട്ടെ എല്ലാം പങ്കിട്ടെടുക്കുന്ന, അത് നിയമത്തിൻ്റെ കാര്യങ്ങളാകട്ടെ അത് പങ്കിട്ടെടുക്കുന്ന സ്ത്രീ അത്തരം തുല്യമായിട്ടുള്ള അവസ്ഥയിലല്ലാത്തതുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ, ഇത്തരം വനിതാ സെല്ലുകളാകട്ടെ വനിതാ കമ്മീഷനാകട്ടെ ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത്. അല്ലാതെ വെറുതെ ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ ഇത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു പെൺകുട്ടി ട്രോമയിൽ പെടുന്നത് ഒരിക്കലും അവളുടെ കുഴപ്പമായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ട്രോമയിൽ പെടുന്നത് സൊസൈറ്റി ഉണ്ടാക്കുന്ന ഈ ടാബു മൂലം, അല്ലെങ്കിൽ അതിൽ ആ വിഷയത്തിൽ ആ പെൺകുട്ടീനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത തരത്തിലെത്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവൾ ട്രോമയിൽ പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്തൃത്വത്തെയും നിർവാഹകത്വത്തെയും പറ്റിയൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരു ജീവൻ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ട്രോമയെ സംബന്ധിച്ചാണെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും നല്ലത് തന്നെയാണ്. ഒരു വശത്ത് ഇത് കേട്ടപ്പോൾ തോന്നിയ ഒരൊറ്റ കാര്യം മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. ഒരു വശത്ത് നമുക്കറിയാം പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട്, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യരോട് നമ്മൾ എന്തിനാണ് നിങ്ങൾ ഇതിലൊക്കെ ഇത്രയും ദുഃഖിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ എന്തിനാണ് ട്രോമറ്റൈസ്ഡ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മറുവശത്ത് ഏറ്റവും അധികാര പദവിയിലിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ വരുന്ന കേസുകളിൽ, ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന മുൻ മന്ത്രിക്കെതിരെ വന്ന കേസിലുൾപ്പെടെ അതിനകത്ത് അതിനെ അവർ വൈകാരികമായി സ്വീകരിക്കുമ്പോൾ, അത്രയും അധികാര പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അതിനെ വൈകാരികമായി അല്ലാതെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അതിനേക്കാൾ എത്രയോ അണ്ടർ പ്രിവിലേജ്ഡ് ആയ മനുഷ്യർക്ക് എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. എന്തായാലും അടുത്ത ഒരു വിഷയത്തിലേക്ക് നമുക്കത് കടന്നു പോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യുക്തിവാദി എന്നുള്ള നിലയ്ക്ക്, ഒരു യുക്തിവാദി സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മുമ്പോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് യുക്തിവാദ ഇടങ്ങളെയെല്ലാം തന്നെ ഹിന്ദുത്വ നാസ്തികത അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് എങ്ങനെ ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് സ്ത്രീകളോടുള്ള ഒരു പാർശ്വവൽക്കരണത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്നൊരു ഇത് മുന്നോട്ട് വയ്ക്കപ്പെടുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്നാണ് മല്ലിക മാഡം കരുതുന്നത്? ഞാൻ കരുതുന്നത് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു, ട്രോമയുടെ കേസൊക്കെ പറഞ്ഞു, ട്രോമയൊക്കെ ഉണ്ടാവും, സോഷ്യലി വലിയ പ്രശ്നമുണ്ട്. എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം തെറ്റിദ്ധരിച്ചോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞ ട്രോമ ഉണ്ടാവും. ഞാൻ ഒരു 15 വർഷം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ജീവിച്ച ഒരാളാണ്. ട്രോമ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മനുഷ്യജീവി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, സംസാരിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. മരണത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 36ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ബോഡി ഒസ്യത്ത് എഴുതി വെച്ചിട്ടുണ്ട്, രജിസ്റ്റർ ഓഫീസിൽ പോയി ഒസ്യത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡിവോഴ്സ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സാലറി, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സാലറി, സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി എനിക്ക് PhD ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി ആ സാലറി, ഒരു മാസത്തെ സാലറി ഞാൻ സ്വന്തം ഒരു ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ടിലിട്ടിട്ട്, കാരണം ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു, പിരിഞ്ഞു വന്നു, LICയിൽ ജോലി കിട്ടി, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത്. അത് ഞാനൊരിക്കലും ആ വ്യക്തിനെ കുറ്റം പറയാൻ നിൽക്കുന്നില്ല, കാരണം നിലനിൽക്കുന്ന സിസ്റ്റത്തിൻ്റെ ഒരു ഇരയായിട്ട് മാത്രമേ എനിക്കതിന് കാണാനും പറ്റൂ. കാരണം അങ്ങനെ അല്ലാണ്ട് കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെ കുറ്റം പറയേണ്ടി വരും, എൻ്റെ അമ്മേനെ കുറ്റം പറയേണ്ടി, കാരണം അവരൊക്കെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ ഈ വളരെ കൃത്യമായ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. പുറത്തുള്ള ഒരാളെ കല്ലെറിയുകയും എൻ്റെ ഉള്ളിലുള്ള ആളെ കല്ലെറിയാതിരിക്കാനും പറ്റില്ല. കാരണം ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്ന എൻ്റെ ഫിലോസഫി തന്നെയാണ് എന്നെ ഇങ്ങനെ ആക്കി തീർന്നത്. കാരണം അതിനെ മാറ്റി തീർക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ മനുഷ്യനാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ സ്വന്തം സാലറി, ഒരു മാസത്തെ സാലറി ഇട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എത്രയാണ് സാലറി കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കിട്ടി. എത്രയാണ് കിട്ടിയെന്ന് ചോദിച്ചു. അതെന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചു. എന്നാൽ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു. അതുവരെ നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറകെ നടന്ന എൻ്റെ ജീവിതം മുഴുവൻ കൊട്ടക്കൊളാക്കിയ ഞാൻ അത് ഈ പറയണ 3 മാസത്തെ അതിൻ്റെ മുകളിലുള്ള ബഹളം ഉണ്ടാക്കുക, ആ 3 മാസം സാലറി കൊണ്ടാണ് ഞാൻ എൻ്റെ PhD ചെയ്യാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്നത്. ലോസപ്പ് ലീവ് എടുത്തിട്ട് ഞാൻ എൻ്റെ PhD ചെയ്യുന്നത്. ആ PhDയുടെ തീസിസ് എന്ന് പറയുന്ന സാധനം തന്നെ കേരളത്തിലെ ലേബർ മാർക്കറ്റിലെ ജെൻഡർ ഇഷ്യൂസ് ആയിരുന്നു. അതിനകത്ത് ജെൻഡർ ഇഷ്യൂസിനെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയുന്ന ജെൻഡർ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഞാൻ JNU MPhil കഴിഞ്ഞാൽ ഞാൻ വീട്ടിൻ്റെ അകത്ത് രാവും പകലും 24 മണിക്കൂറും വീട്ടിലെ പണി, പുറത്തെ പണി, ഇതൊക്കെ ചെയ്തുകൊണ്ട്
എനിക്ക് വായിക്കാനോ പഠിക്കാനോ സമയമില്ല. ഞാൻ 24 മണിക്കൂറും വർക്ക് ചെയ്തിട്ട് എൻ്റെ PhD തീസിസ് റെഡിയാക്കി. എൻ്റെ കുഞ്ഞിനെ നോക്കാനൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് പോയി നിൽക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് എവിടെയെങ്കിലും തന്നിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, ഒരു ഇടം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം മാറ്റിമറിക്കുമായിരുന്നു. കാരണം എഡ്യൂക്കേഷൻ എനിക്ക് അതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്പേസ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ, കേരളം ഒരു 3rd സ്റ്റേജിലാണ്. നമ്മൾ UP-നോ ബീഹാറിനോ മറ്റു സ്ഥലങ്ങളെ പോലെ അല്ല കേരളത്തെ കാണേണ്ടത്. കേരളം നമ്മളിപ്പം നോബൽ പ്രൈസ് വിന്നറായ പിന്നെ എക്കണോമിക്സ് നോബൽ പ്രൈസ് 2 years ബാക്കിൽ, പേര് മറന്നുപോയി, അവർ കൊണ്ടുവന്നൊരു യൂസ്ടേപ്ഡ് കർവ് ഉണ്ട്. കാരണം ആദ്യ ഘട്ടങ്ങളിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ കുറയുമെന്നും അതിനുശേഷം ഉയരും. കേരളം 3ാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലെ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് കേപ്പബിൾ അല്ലായിട്ടല്ല, പക്ഷേ കൈയും കാലൊക്കെ കെട്ടിയിട്ട് നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ജെൻഡർ ഇഷ്യൂസിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വികസനത്തിലെ ജെൻഡർ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോവേണ്ടത്. ഇവിടെ ഞാൻ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെന്ത് ചെയ്യുന്ന ട്രോമ നേരത്തെ പറയുന്നുണ്ട്. നമ്മളെടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും തിരിയില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം നോ പറയാൻ പോയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളെ ചിത്രീകരിച്ചത്. ഇതൊക്കെ പറഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയല്ല ഞാൻ നിന്നിട്ട് പറയാം, ഈ പറയുന്ന സാധനമൊക്കെ ഉണ്ട്, അതിലൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ആർജവം ഞാനുണ്ടാക്കി എങ്ങനെയാണ് മരിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ജീവിച്ചിരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിട്ടല്ല. ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അംഗമല്ല. ഞാനൊരു സംഘടനയിൽ ആകെ അംഗമുണ്ടായിരുന്നത് പരിഷത്തിലാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലാണ്. അത് ഞാൻ പരിഷത്തിൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് ഇടപെട്ട് വന്നതാണ്. കണ്ണൂരായിരുന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യും, വനിതാ ദിനത്തിന് മാത്രം വിളിക്കും, എന്നിട്ട് കുറേ ചർച്ച ചെയ്യും. സ്ത്രീകൾ തോണ്ടൽ പിടിക്കൽ മാന്തൽ. ഞാൻ പറയും, നമ്മൾ ശ്വസിച്ച് കയറ്റുന്ന വായുവൊക്കെ ഒന്നാണ്. ഈ പുറത്തിറക്കുന്ന നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷനും ശ്വസിച്ച് കയറ്റുന്ന ശരീരത്തിൽ എല്ലായിടങ്ങളിലും കൊണ്ടുപോയിട്ട് പുറത്തിറക്കുന്ന വായു അല്ലാണ്ട് എനിക്ക് വേറൊന്നും ശ്വസിക്കാനില്ല. ഈ പറയുന്ന ഒരു സാധനം യുക്തിഭദ്രമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അത് പോടോന്ന് പറയാനുള്ള ആർജവം ഇപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇതിൻ്റെ പുറകെ നടക്കുന്ന സമയത്ത് എൻ്റെ സമയം പോവുക. എൻ്റെ 3 ആർട്ടിക്കിൾ ഒരാൾ പബ്ലിഷ് ചെയ്തു, കട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ കേസ് കൊടുക്കാൻ പോയില്ല. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ സമയം പുറകെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നുവെച്ചാൽ ഞാനത് വേണ്ടെന്നല്ല പറഞ്ഞു. നിലനിൽക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുക്ക് പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായും ഈ പറയുന്ന രീതിയിലേക്ക് ആശയപരമായിട്ട് ഇത് കിടക്കുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഒരു അംഗൻവാടി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അംഗൻവാടി പ്രൊജക്റ്റ് എന്താ, ചെറിയ കുട്ടികളുടെ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ജെൻഡർ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയതാണ്. അവരിപ്പോഴും പഠിക്കുന്നത് എന്താണെന്നറിയോ? അച്ഛൻ തൊടിക്കും, അച്ഛൻ തന്നൊരു ഉടുപ്പിട്ട് അമ്മ തൊടിക്കും പൊട്ടിട്ട് എന്ന് പറയുന്ന പുസ്തകമാണ് 1ാം ക്ലാസ്സിലെ ഈ പറയുന്ന അംഗൻവാടിയിലെ കുട്ടികൾ പഠിക്കുന്നത്. അവരുടെ ജെൻഡർ കാഴ്ചപ്പാട് അറിയാൻ വേണ്ടി കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചപ്പോൾ ഈ പെൺകുട്ടികൾ മുഴുവൻ പോയിട്ട് ഒക്കത്ത് വെച്ചു ആ സാധനം. മറ്റേ ആൺകുട്ടികളൊക്കെ പോയി കളിപ്പാട്ടം എടുത്തു. ഈ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ എന്ത് ഇടപെടേണ്ടത്. ഭക്ഷണം, ഈ കിച്ചൺ കെമിസ്ട്രി നമ്മൾ പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിന് ആവശ്യമായ ഒരു സാധനം നമ്മളെ കരിക്കുലത്തിൽ നമ്മളില്ല. എന്നിട്ട് വളർന്നു വന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവർ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് ശരിക്കും കൃത്യമായി നമ്മൾ ചർച്ചകളെ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെയാണ് ജെൻഡർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇത് കുഞ്ഞുങ്ങളെ നോക്കാൻ ഇടമുണ്ടാകുക. ഒരു ബസ് കയറി കഴിഞ്ഞാൽ ഒരു ഗർഭിണിക്ക് ഇരിക്കാൻ പോലുള്ള സീറ്റ് സംവിധാനം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വന്നിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും നിൽക്കുന്ന ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇത് ചർച്ച ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്, ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ തന്നെയാണ്. പക്ഷേ അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ ആളുകൾ പൊതുധാരയിലേക്ക് വരണം, സംസാരിക്കാൻ കഴിയണം. എനിക്ക് സെക്ഷൽ നീഡ്സ് ഉണ്ട് എന്ന് പറയാൻ ഒരു സ്ത്രീക്ക് കഴിയണം. പലപ്പോഴും നാം പറയുന്നത് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കാണുന്നത് പുരുഷന് മാത്രമേ സെക്ഷൽ നീഡ്സ് ഉള്ളൂ, അതിനുവേണ്ടി ഇരയാക്കപ്പെടുക എന്ന് പറയുന്ന ഒരു ബോധതലം നമുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരാൾ ഇഷ്ടമായാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് കുറ്റബോധം വരും, ഗിൽട്ട് വരും. കാരണം എന്തുകൊണ്ടാണ്, അത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറയുന്ന ബോധം. ആ ഗിൽറ്റാണ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും. കുടുംബത്തിൻ്റെ അകത്ത് തന്നെ, ഫാമിലി ഇഷ്യൂസിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഡീപ്പ് സെൻസിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര പ്രശ്നമാണ്. കുപ്പായം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇട്ട് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക. ഒരു ചായയും കൊടുത്തിട്ട് ഒരുത്തൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോവുക ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ, നിങ്ങൾ ഇതുവരെ ചെയ്യാൻ പാപമാണെന്ന് പറഞ്ഞു കാര്യം ചെയ്യാനാണ് വിടുന്നത്. നമ്മൾ ബി.എഡ് സെൻറ്ററിൽ പഠിച്ച കുട്ടികൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അവിടെ നടക്കുന്ന എന്ത് വൃത്തികെട്ട രീതിയിലാണ് ബി.എഡ് കോളേജസിലൊക്കെ തന്നെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് മറ്റെന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമ്മുടെ ചർച്ച പോകേണ്ടത് അവിടേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, നിലവിൽ എല്ലാ ഇഷ്യൂസും ഉണ്ട്. പക്ഷേ ഇപ്പം മാറ്റം 2015 എന്നെ ഭീകരമായി ടോർച്ചർ ചെയ്തെടുത്തുനിന്ന് ഇന്ന് നമുക്ക് പറയുന്ന കേൾക്കാനുള്ള ഒരു സ്പേസിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം മുമ്പൊക്കെ ഉണ്ടാവാത്ത, ഞാൻ വിവാഹമോചന ക്ഷണക്കത്തിരുന്ന് FB-യിൽ എത്തിയിട്ടാണ് അത്യാവശ്യം ശ്വാസം വിട്ട്. കാരണം എല്ലായിടത്തും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇതാക്കുക. പറയുന്ന ചക്കട്ടപ്പാറയൊക്കെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ആ സമയത്തൊന്നും ആ പ്രദേശത്ത് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ അമ്മ,
ഞാൻ ദൈവവിശ്വാസിയോ മതവിശ്വാസിയോ ഒന്നുമല്ല, പക്ഷെ ഞാൻ സ്പിരിച്വലാണ്. മനുഷ്യരിലും നന്മയിലും സ്നേഹത്തിലൊക്കെ വിശ്വസിക്കുന്ന ആ സ്പിരിച്വലാണ്. കാരണം അതില്ലെങ്കിൽ, അത് നഷ്ടപ്പെടുന്ന സമയത്ത് മനുഷ്യർക്ക് ഉണ്ടാവുന്ന വേദനയെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരാൾ സംസാരിക്കാൻ ഇല്ലാതാവുന്ന സമയത്ത്, ഒരാളോട് മിണ്ടാൻ പറയാൻ പറ്റാതെ എടുക്കുന്ന സമയത്ത് നിന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു സ്പേസ്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഏത് സ്പേസാണ് ഉള്ളത്? വികസനം ചർച്ച ചെയ്യാൻ ഏത് സ്പേസാണ് ഉള്ളത്? നിങ്ങൾക്ക് ആകെ കിട്ടുന്ന, ഇപ്പം പോലും കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിലേക്ക് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മറ്റേത് മറിച്ചതെന്നാണ്. നിയമത്തിൻ്റെ അകത്ത് കൊണ്ടുവരുമ്പോൾ അത് ലൂപ്പ് ഹോൾസ് എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തുകൊണ്ട്, നിലവിലൊരു സിസ്റ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്കൊരു നിയമം കൊണ്ടുവരാൻ പറ്റൂ. അതല്ലെങ്കിൽ തലയിൽ എടുത്തു വെച്ചാൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്കിപ്പ് ചെയ്യും. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൊസൈറ്റിയെ നമ്മൾ ഏതൊരു സാധനം കൊണ്ടുവരുമ്പോഴും ആ സോഷ്യൽ സിസ്റ്റം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, ആ സിസ്റ്റത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് ആളുകൾ ഇത് എടുക്കുക, അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായും സജീവമായി ചർച്ച ചെയ്യുക. അത് ചർച്ച ചെയ്യണം, നമ്മൾ സൊസൈറ്റി നന്നായി മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സിനിമകളാകട്ടെ, എന്തിനു പറയണോ, 2000 കുറച്ച് മുമ്പ് വരെ നമ്മൾ ഇവിടെയൊക്കെ കണ്ടിരുന്ന സിനിമകളിലൊക്കെ നമ്മൾ എന്താ 10 മാസം നീ എൻ്റെ അടുത്ത് കളിച്ചാൽ 10 മാസം കഴിയുമ്പോൾ നീ അറിയുന്ന, നമ്മളൊക്കെ കൈയടിച്ച് ചിരിച്ചോരാ. നമ്മൾ വേറൊരാളെ കുറ്റം പറയണ്ട, നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമുക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. കാരണം നമ്മൾ അറിയാതെ തന്നെ അത്തരം ഒരു ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് വളർന്നു വരുന്നത്. അതിനെ ചോദ്യം ചെയ്യേണ്ടതും ചെറുപ്രായത്തിൽ തന്നെ, എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിൽ. കാരണം ഹെക്മൻ്റെ ഒക്കെ, നോബൽ പ്രൈസ് വിന്നറായ ഹെക്മൻ്റെ ഒക്കെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പഠനത്തിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നമ്മൾ ഈ ചൈൽഡിന്, കുട്ടിയുടെ റൈറ്റ് സംരക്ഷിക്കുകയും ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഈ പറയുന്ന ജെൻഡർ കൺസെപ്റ്റിൻ്റെ ഒക്കെ കൃത്യമായി മാറ്റിയിട്ട് അവരെ വിജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം 30 വയസ്സായാൽ പോലും ഈ കുട്ടികൾ ആരാണ്, ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് വരുന്നത്. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് തന്നെ നിങ്ങൾ ഈ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കപ്പെടാത്ത ഒരു രാജ്യത്തും ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടില്ല. കുട്ടിയെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയും പ്രശ്നമാണ്, പെൺകുട്ടിയും പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ശരിക്കും ആൺകുട്ടികളുടെ അവസ്ഥ എന്താ? ഞാനൊരു സർവേ എടുത്തിട്ടുണ്ടായിരുന്നു സെക്ഷൽ ഹറാസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ വെച്ച് സർവേ എടുത്തപ്പോൾ പെൺകുട്ടികളെക്കാൾ കൂടുതൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് അനുഭവിച്ചിട്ടുണ്ട് ആൺകുട്ടികൾ. പക്ഷേ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊന്നും തന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഇഷ്യൂസിൻ്റെ അകത്ത് പുരുഷനുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. എന്താ? സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം അത്രമാത്രം ഡീപ്പറായിട്ട് അവരെ ട്രോമാറ്റൈസ് ചെയ്യാത്തൊരു സാധനമായിട്ട് ചിലപ്പോൾ അവരെടുക്കും, ചിലർ എൻജോയ് ചെയ്യും. പക്ഷേ സ്ത്രീനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, എൻ്റെ ശരീരം ഭയങ്കര സ്വകാര്യ സ്വത്താണ്, ഇത് ആർക്കെങ്കിലും വേണ്ടി ഞാനിങ്ങനെ പരിഭാവനമായി വെക്കേണ്ടതാണ്, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർ മാത്രമേ അനാഘ്രാത കുസുമമായി വെക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭീകരമായ ട്രോമയാണ്, പ്രശ്നമാണെന്ന് പറയണം. അതേസമയം മെൻ്റലി ഒരു രാഷ്ട്രീയം പറയാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, മിണ്ടാണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ, അകത്തിരിക്കണം എന്ന് പറയുമ്പോൾ, ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത്, എല്ലാ കാര്യങ്ങളിലും പീഡനം വരുമ്പോൾ മാനസികമായി ഒരു തലയ്ക്ക് മുകളിൽ ഒന്നുമില്ലാത്ത വെറും ശരീരം, യോനിയും മൂലയും മാത്രമുള്ള ഒരു ജീവപിണ്ഡമായിട്ടാണ് പലപ്പോഴും നമ്മുടെ ഇത്തരം ചർച്ചകളിൽ പോലും പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു വിയോജിപ്പ്. കാരണം ഇത് പോവില്ല, പക്ഷെ പോവാൻ ഇത്തരം ട്രോമയെ അവർ പറയുന്ന അവരുടെ ട്രോമ സത്യമാണ്. പക്ഷേ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ് ഇതിനൊന്നും അല്ല, ഇതൊന്നും നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ബിഗർ ഗ്രൂപ്പ് ഇപ്പുറത്തുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് അവർക്ക് കരകയറി വരാൻ പറ്റും. നമ്മളെപ്പോഴും ട്രോമയെ ഇങ്ങനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് ഡിപ്രഷനിലൊക്കെ വരുന്ന സമയത്ത് ആളുകൾക്കൊരു സുഖമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖം, അതിനകത്ത് ഇങ്ങനെ മരണത്തെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഭയങ്കര എക്സസിൽ പോവുകയും. അങ്ങനെയല്ല പോകേണ്ടത്, ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നിൻ്റെ ശരീരത്തിൽ നഷ്ടപ്പെടാൻ ഈ അയാൾക്ക് നഷ്ടപ്പെടാത്ത ഒന്നും നിനക്ക് പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. കേസോ സാധനമൊക്കെ അപ്പുറത്തൂടി പോട്ടെ, പക്ഷേ ഈ വ്യക്തി അത് ജീവിക്കുക എന്നുള്ളത്, എന്തിനാണ് മുഖം മറച്ചിട്ട് ഇരയെ പോലെ ഇരിക്കേണ്ടതല്ലോ. നിങ്ങളല്ലടോ എന്നെ റേപ്പ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്ന ആർജവത്തോടു കൂടി ആ കുട്ടിക്ക് കഴിയണമെങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്ന ആ സമയത്താണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ രീതിയിലേക്ക് ശിക്ഷ നടപ്പാകുക എന്നുള്ളതാണ്. അതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പല കേസസിലും നമുക്കറിയാൻ പറ്റും, ഇവരൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ചെയ്തത് കുറേ കഴിയുന്ന സമയത്ത്. ഇപ്പം ഒരുപാട് കേസസിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അവസാനം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പലതരത്തിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ സഹിക്കുക. പ്രത്യേകിച്ച് മുകൾ തട്ടിലുള്ള ആളുകൾ ശക്തരാണെങ്കിൽ, നിലനിൽക്കുന്ന സിസ്റ്റം അത്രമാത്രം ശക്തമാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവരനുഭവിക്കുന്ന പ്രഷർ വളരെ വലുതാണ്. കാരണം ഇത് സംഭവിക്കുകയും ചെയ്തു, പിന്നെ ജീവിതകാലം മുഴുവൻ ഇതുകൊണ്ട് പോകുന്നതിന് പകരം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ഞാൻ കേസ് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, എനിക്ക് ഇവിടെ വന്നിക്കാനൊന്നും പറ്റൂല. കാരണം നിരന്തരം അതിന് പൈസ ഉണ്ടാക്കണം, ഈ നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തണം, ഞാൻ തന്നെ ഇൻറ്റേർണലി നിരന്തരം. കാരണം എൻ്റെ നിങ്ങൾ സൈക്കോളജി പഠിച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം നമ്മൾ ഇന്ന് പറയുന്ന, പുറത്ത് പറയുന്ന ഈ സാധനമൊന്നും അല്ല നമ്മളിത്. നമ്മൾ ഏറ്റവും ചൈൽഡ്ഹുഡിൽ കിട്ടിയിരിക്കുന്ന നമ്മളെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തലമുറകൾക്ക് അപ്പുറത്തേക്ക് എൻ്റെ കുട്ടികളോട്, എൻ്റെ ഈ പറയുന്ന വളർന്നു വരുന്ന തലമുറയോട് കൃത്യമായും അങ്ങനെ അല്ല എന്ന് അതേ സമയം തന്നെ കറക്റ്റ് ചെയ്ത് അത് തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി ജനാധിപത്യപരമായി
ഉണ്ടായത്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ തന്നെ മനസ്സിലാക്കണം, ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ജനാധിപത്യ മൂല്യബോധം വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പ്രശ്ന പരിഹാരത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ പേപ്പട്ടീനെ നമ്മൾ വെടിവെച്ചു അല്ല, പേപ്പട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അവരെ മുഴുവൻ അങ്ങനെ എല്ലാ വട്ടീനെ വെടിവെച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥ വരും. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം എല്ലാ മനുഷ്യരും, ഈവൻ നമ്മളുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കും. ഞാൻ പറയും, അപ്പുറത്തെ ജഡ്ജി ഇത് പറഞ്ഞെങ്കിൽ ഇപ്പുറത്തുള്ള എൻ്റെ അമ്മ ഇത് തന്നെ പറഞ്ഞു. എന്നോട് ചോദിച്ചാൽ നീ തെരുവ് ചേരി നടക്കുക എന്നാണ് എൻ്റെ അമ്മ, അത് ഞാൻ ഒറ്റപ്പെടുന്നു. അത് അമ്മയുടെ കുറ്റമല്ല. കാരണം അമ്മയ്ക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അത് എനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ കാണുന്നതിന് പകരം പുറത്ത് നിന്നുകൊണ്ട് ഞാൻ എന്താണ് ചെയ്തത്, ഇന്നലകളിലും എൻ്റെ ചിന്ത എന്തായിരുന്നു, ഇതിനകത്ത് നമുക്ക് എങ്ങനെ കരകയറാം എന്നുള്ളൊരു ചർച്ച, സീരിയസ് ആയിട്ട് ഗൗരവപൂർവ്വമുള്ള ചർച്ച, ഇതിനകത്ത് സ്വയം വിമർശനാത്മകമായി മാറാനും മാറ്റി തീർക്കാനും പറ്റുന്ന തരത്തിലേക്ക് ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാൻ കുറ്റം പറയാന്ന് വെച്ചോ, നിങ്ങൾ ശരിയല്ല എന്ന് പറയാന്ന് വെച്ചോ, ജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല എന്നറ മാറാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതേസമയം തന്നെ എന്ത് ചെയ്യുക, അവരെ മാറാനുള്ളൊരു സ്പേസും കൂടെ, കാരണം അവരുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയും കൂടി ചെയ്യുന്ന തരത്തിലേക്കുള്ള കുറച്ചൊരു മാറ്റം കൊതിക്കുന്ന, കാരണം നെഗറ്റീവ് അല്ലാതെ ഈ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം വെച്ചിട്ട് എല്ലാം ഇത് പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം 100 പേരിൽ 99 കേസസിൻ്റെ അകത്തും അറ്റ്ലീസ്റ്റ് ഈവൻ എനിക്കൊക്കെ നന്നാവണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കുറച്ചുകൂടി ബെറ്റർ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, അതിനും കൂടുതൽ സാധ്യത കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ചർച്ചകളെയും സാധനങ്ങളെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഞാനിത് നന്നായിട്ട് അനുഭവിച്ചതാണ്. ഇത് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഇപ്പം എനിക്ക് ഉണ്ടായ ട്രോമ എന്ന് പറയുന്നതിനേക്കാൾ ഭീകരമാണ് ഈ പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെയധികം ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് ഒരു ടച്ച് പോലും, ഒരു നോട്ടം പോലും പ്രശ്നമാണെന്ന് തോന്നുന്ന തരത്തേക്ക് വരുന്നുണ്ട്. അപ്പം ആ ഐഡിയോളജിയോട് നമ്മൾ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അഭിരാമിയിലേക്ക് വരുന്നു. നമുക്ക് മതം പോലെയുള്ള ഒരു വിഷയത്തിൽ എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സ്ത്രീകളുടെ വിഷയത്തിൽ വലിയ കൺഫ്യൂഷനുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ സംസാരിച്ചതുപോലെ ഇപ്പോൾ ഹിജാബിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ മുസ്ലിമായി, ഒരു മുസ്ലിം വനിതയായി ജീവിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് ശബരിമല ക്ഷേത്രപ്രവേശന വിധി വരുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും റെഡി ടു വെയിറ്റ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതും സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീകൾ തന്നെ സ്വയം പിന്തിരിഞ്ഞു നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുക എന്നുള്ളത് ഒരു ചോയ്സ് ആണോ, അതൊരു ചോയ്സ് ആയി കൊടുക്കേണ്ടതുണ്ടോ? ഇത്തരം ഒരു വിഷയത്തെ പറ്റി എന്താണ് അഭിരാമി? ഹിജാബിൻ്റെ കേസിൽ എന്ത് ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് അവരുടെ ചോയ്സ് ആണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മറ്റ് സ്ത്രീകളുടെ ഒരു പിന്തിരിപ്പൻ ആ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തൊരു ക്ലാസ് എടുക്കാൻ പോയി. സ്ത്രീകളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു ക്ലാസ്സാണ്, അതെടുക്കാനാണ് പോയത്. അപ്പം എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ വലിയ വലിയ ടേംസും കാര്യങ്ങളൊന്നും പറയരുത്. കാരണം സാധാരണ നാട്ടിൻപുറത്തുള്ള സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ്, ജോലിക്ക് പോകുന്ന ആളുകൾ കുറവാണ്. ഇനി അപ്പോൾ ആ വീട്ടമ്മമാരാകുമ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകൾ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ നാടനായിട്ടുള്ള ഭാഷയിലാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരോട് വെറുതെ ഒരു ചോദ്യം ചോദിച്ചതാണ്, സിനിമ നിങ്ങൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള സിനിമ ഏതാണ്? അപ്പോൾ ഇവരെ മനസ്സിൽ ആൻസർ ഇല്ല. ഇവർ ഈ അടുത്തുള്ള സിനിമകളൊന്നും കണ്ടിട്ടില്ല. സീരിയലുകൾ കാണാറുണ്ടോ ചോദിച്ചാൽ അതിനും ഇപ്പം സമയമില്ല എന്നാണ് പറഞ്ഞത്. സീരിയലുകളായിരുന്നു ഇവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഉപാധി, അതിനും ഇപ്പം ഇവർക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇവരുടേത് കിട്ടുന്ന ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ ഒരു വിചാരം എന്ന് പറയുന്നത്, ഈ വീട്ടമ്മമാരുടെ കേട്ടോ പ്രത്യേകിച്ചും, ഇവരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഇവരെ ടൂറ് പൊക്കോ, സിനിമ കാണാൻ പൊക്കോ, പുറത്തോട്ട് പൊക്കോ എന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരെ തള്ളി ഉന്തി പറഞ്ഞു വിട്ടാൽ പോലും ഇവർ പോവില്ല. ഇവർ നമ്മളെ ഉള്ളിൽ ഉറച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉറച്ചിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത്, നമ്മളില്ല എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സ്ഥിതി മൊത്തത്തിൽ ഇളകി മറയും, നമ്മളില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല, നമ്മളാണ് അതിനെ ചലിപ്പിക്കുന്ന ഒരു ശക്തി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന പരിപാടിയല്ലാന്ന്. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ കേട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് നമുക്ക് സമയമില്ല, നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുകയും ചെയ്യും. ഇതന്നെയാണ് നേരത്തെ പറഞ്ഞ സംഭവം. നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് അതിന് ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ ഈ
ഇതിൻ്റെ ഫസ്റ്റ് മുതൽ ഞാൻ ഈ പരിപാടി ആദ്യമായിട്ടാണ്. പക്ഷെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങളോടുള്ള നിലപാടുകളുണ്ടല്ലോ. നമ്മൾ ഈ എല്ലാ കാര്യങ്ങളെയും ഈ മതത്തിൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെയും സാധനം വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സ്ത്രീകളുടെ എല്ലാ കാര്യം, ഇനിയിപ്പോൾ ഹിജാബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഇഷ്ടമില്ലാണ്ട് അത് ധരിക്കുന്ന ആളുകൾ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിനെ. അതിനോടൊന്നും നമുക്കൊരു യോജിപ്പില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക, ഇഷ്ടമില്ലാത്തവർ ഇടാണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു നല്ലതായിട്ടുള്ള ശരിയായിട്ടുള്ള രീതി. അപ്പോൾ ഇത് ഇഷ്ടമില്ലാണ്ട് നിർബന്ധപൂർവ്വം ഇടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാര്യം. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധിയാണ് എന്ന് കരുതുന്ന എൻ്റെ ഒരു ഇതിലെടുക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് എൻ്റെ വല്യമ്മ ഒറ്റ തവണ പീരീഡ്സ് ആയിട്ട് ഞാൻ പോയ സമയത്ത്, അതിനുശേഷം ഞാൻ അങ്ങോട്ട് പീരീഡ്സ് ആയിട്ട് പോയിട്ടില്ല. പീരീഡ്സ് ആയിട്ട് പോയ സമയത്ത് ഒരു സ്പെഷ്യൽ ചെയർ ഉണ്ടാവും. ഒരു സ്പെഷ്യൽ ചെയറിലേ ഇരിക്കാൻ പാടുള്ളൂ. TV കാണാൻ ആ സ്പെഷ്യൽ ചെയർ, ഫുഡ് കഴിക്കാൻ ആ സ്പെഷ്യൽ ചെയർ, കിടക്കുമ്പം കട്ടിലല്ല കിടക്കുക, എനിക്ക് നിലത്ത് കിടക്കാൻ ഒരു വിരി തന്നു. അപ്പോൾ ആ വിരി അലക്കിയിടുമ്പോൾ, മറ്റേത് കട്ടിൽ എന്തോ പുണ്യാഹം കൊണ്ട് തളിക്കണം, ഇതാവുമ്പം നിലത്തുനിന്ന് ആ വിരി എടുത്തിട്ട് അലക്കിയിടാം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്ക് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത്, ഞങ്ങൾ 2 പെൺകുട്ടികളാണ് എൻ്റെ വീട്ടിൽ. അപ്പം ടോട്ടല് 5, എൻ്റെ അച്ഛന് 5 പെങ്ങന്മാരുള്ളത്, 5 പെണ്ണുങ്ങളാണ്. എൻ്റെ വീട്ടിലുള്ളത് 3 പെണ്ണുങ്ങളാണ്, ഞാൻ, എനിക്ക് അനിയത്തി, എൻ്റെ അമ്മ, ടോട്ടൽ. അപ്പോൾ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇത് കുറേ കാലങ്ങളായിട്ട് ശീലിച്ച് വരുന്ന, ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അവൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെയിം പോലെ തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ശീലിച്ച്, നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷനിങ് ചെയ്ത് ശീലിച്ച് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു തെറ്റല്ല. നമ്മളിത് തെറ്റാണ് എന്ന് നേരത്തെ മാം പറഞ്ഞ പോലെ നമ്മൾ തെറ്റാണ് എന്ന് ആ ഒരു പണ്ട് മുതലേ എന്നിവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നോ, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് എന്ന് മുതൽ നമ്മളിവരെ ഈ സാധനങ്ങളൊന്നും അല്ല എന്നുള്ളത് തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഇതിൻ്റെ ഒരു രീതി എന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നു, അന്ന് മുതൽ ഈ സാധനങ്ങൾ ശരിയാവുള്ളൂ എന്ന് തോന്നുന്നു. അല്ലാണ്ട് ഈ എല്ലാവരും ശീലിച്ചു പോരുന്ന ഈ കാര്യങ്ങൾ തന്നെ കണ്ടീഷനിങ് ആയിട്ട് നമ്മൾ ശീലിച്ച് വരുന്ന സമയത്ത് ഈ മതത്തിൻ്റെ ആണെങ്കിലും എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശരിയായിട്ട് തന്നെ തോന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടാവാം. എന്താണെങ്കിലും സ്ത്രീക്ക് എതിരെ തന്നെയാണ്. ഞാൻ ഈ അഭിരാമി പറഞ്ഞ പല വാദങ്ങളോടും എനിക്ക് യോജിപ്പില്ല. ഞാനിപ്പം ഏറ്റവും ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. അവിടെ +2 ക്ലാസ്സിലെ ആൺകുട്ടികളാണ് അവിടെ അവരുടെ ക്ലാസ് നിയന്ത്രിക്കുന്നത്. അവിടുത്തെ പെൺകുട്ടികളെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ്. ആൺകുട്ടികൾ പറയുന്ന പോലെയാണ് ക്ലാസ്സസ് അവിടെ നടക്കുക. നമ്മൾ ഈ പറയുന്നുണ്ട്, സ്ത്രീകൾ പറഞ്ഞാൽ മതി, സ്ത്രീകൾ അവരെ ഏറ്റെടുത്ത് തലയിലെടുത്ത് വെക്കുന്നതാണ്, വീട് അവർ തലയിൽ ചുമന്ന് വെക്കുന്നതാണ്, സ്ത്രീകൾ എന്താ പറയുക അവിടുന്ന് രക്ഷപ്പെടാതിരിക്കുന്നതാണ്. അവിടുന്ന് രക്ഷപ്പെടുന്ന പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ വീട് വേണ്ട എന്ന് വെക്കുന്ന പെണ്ണുങ്ങൾ, വീട് ഒഴിച്ച് കളയുന്ന പെണ്ണുങ്ങളെ എങ്ങനെയാണ് സൊസൈറ്റി ഇവിടെ ഏറ്റെടുക്കുന്നത്? നല്ല 2 കൈ നീട്ടിയിട്ടാണോ സ്വീകരിക്കുന്നത്? എനിക്കറിയില്ല. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേതെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ മൊത്തം വീടുപേക്ഷിച്ച് അവർ ഓടിച്ചാടി വന്നേനെ. എന്തുകൊണ്ട് അവർക്ക് വീട് ജനിക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കും, നീ അടുത്ത വീട്ടിലേക്ക് പോകേണ്ട ആളാണ്, നീ ഇവിടെ മിണ്ടാതിരിക്കണം, നീ നടക്കുമ്പോൾ ഉറുമ്പ് പോലും അറിയരുത്, അവിടെ ചാടരുത്, ഇവിടെ ചാടരുത്, അങ്ങോട്ട് കയറരുത്, ഇങ്ങോട്ട് കയറരുത്, 100 നിയമങ്ങളാണ്. അത് കഴിഞ്ഞ് 18 വയസ്സിൽ പറയും നോന്ന് പറയണം, നിന്നെ തൊടാൻ വരുന്ന ആളോട് നീ അടിച്ചേക്കണം. ഇങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 18 വയസ്സ് കഴിയുമ്പോഴേക്കും കരാട്ട പഠിപ്പിക്കുന്നു, കുൻഫു പഠിപ്പിക്കുന്നു, വേണ്ട അങ്കംവട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി പറയണം, നീ നോ എന്ന് പറയണം. നോ ഒരു ബാഗിൽ നിറച്ച് നോ എടുത്ത് വെച്ച് നടക്കണം രാവിലെ തൊട്ട്. ബസ്സിൽ തൊടുന്ന ആൾക്ക് നോ, അടുത്ത പിന്നെ അവിടെ തൊടുന്ന ആൾക്ക് അടുത്ത നോ, ഒരു 50 നോ ബാഗിൻ്റെ ഉള്ളിൽ. ഈ നോകൾ കൊടുത്ത് നടക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ തൊടാൻ വരുന്നവന്, ഞാൻ ഒരു കോളേജിൽ പോയി സംസാരിച്ചതാ, അവിടുത്തെ ആമ്പിള്ളേരൊക്കെ എഴുന്നേറ്റ് പോയി എൻ്റെ സംസാരം കേട്ടപ്പോൾ, ഇത് ഫെമിനിസം ആണെന്ന് പറഞ്ഞിട്ട്. ഇത് ഫെമിനിസം ഒന്നല്ല. തൊടാൻ വരുന്നവന് എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ആൾ, ബസ്സിൽ സഞ്ചരിക്കുന്ന ആൾ, അല്ലെങ്കിൽ വേണ്ട എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ, എൻ്റെ കൂടെ സിനിമ കാണുന്ന ആൾ, എന്നെപ്പോലെ ഇവിടെ സിനിമ കാണാൻ വന്നതാണ്, അല്ലെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അധികാരങ്ങളും എല്ലാ അവകാശങ്ങളും എല്ലാ ചുമതലകളുള്ള ഒരു മനുഷ്യജീവിയാണെന്ന് പരിഗണിക്കാൻ ഇപ്പുറത്തിരിക്കുന്നവന് പറ്റുന്നില്ല. ഇവനെയല്ലേ അപ്പോൾ പഠിപ്പിക്കേണ്ടത്? ഇവനോടല്ലേ പറയേണ്ടത്? ഇവനോടല്ലേ കാര്യങ്ങൾ പറയണം. നീ 376 പോയി ചാടല്ലേ മോനെ, നീ റേപ്പ് ചെയ്യരുത് എന്ന് ഇവനെയല്ലേ പഠിപ്പിക്കേണ്ടത്? നീ 498 കമ്മിറ്റ് ചെയ്യല്ലേ, നീ നിൻ്റെ ഭാര്യനെ പീഡിപ്പിക്കരുത്, 498 കമ്മിറ്റ് ചെയ്യല്ലേ എന്ന് ഞാൻ ആൺകുട്ടികളോട് സംസാരിച്ചപ്പോൾ ആൺകുട്ടികൾ പറഞ്ഞു, ഈ ക്ലാസ്സൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന്. ആണത്തം അത്രമാത്രം ഭരിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു പെണ്ണ് പ്രണയം നിഷേധിക്കുമ്പോൾ ഓടിപ്പോയി അവളെ പോയിട്ട് ആസിഡ് ഒഴിക്കുക, അവളെ പോയി തീ വയ്ക്കുക,
കൊല്ലുക, എന്തൊക്കെയാ കാണിച്ച് കൂട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ പെണ്ണ് നോ എന്ന് പറയണം. അത് നോ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം, അത് വേണം. അതുപോലെ പെണ്ണുങ്ങൾ തലയിൽ വീട് ചുമന്ന് നടക്കുന്നത് അവർക്ക് ഇഷ്ടം കൊണ്ടാണ്, അവർ ഹിജാബ് ധരിക്കുന്നത് അവർക്ക് ഇഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ചോയ്സാണ്. ഇതൊന്നും അവരുടെ ഒന്നും ചോയ്സേ അല്ല. ചോയ്സ് ഉള്ള പെണ്ണുങ്ങൾ ആകെ ഒരു 10% അല്ലെങ്കിൽ 10% പോലും ഉണ്ടാവില്ല, 5% ഉണ്ടാവും. ബാക്കി എല്ലാവരും നിർബന്ധപൂർവ്വം മതമാണെങ്കിലും മതം ഇടപെടുന്നത് എങ്ങനെയാണ് സ്ത്രീകളുടെ ഉള്ളിൽ? വളരെ എന്താ പറയുക, പാട്രിയാർക്കി മാത്രമല്ല, അതിൻ്റെ ഏറ്റവും ഡബിൾ പാട്രിയാർക്കിക്കൽ സംഭവങ്ങളായിട്ടാണ് മതം സ്ത്രീകളിൽ ഇടപെടുന്നത്. കോടതി എങ്ങനെ ഇടപെടുന്നത് സ്ത്രീകളിൽ? എല്ലാ അധികാര കേന്ദ്രങ്ങളും എല്ലാം സ്ത്രീകളിൽ ഇടപെടുന്നത് വളരെ അധികാരം വെച്ചുകൊണ്ടും പവർ വെച്ചുകൊണ്ടും നിങ്ങൾ ഇവിടെ രണ്ടാമത് സെക്കൻഡറി ആണെന്നുള്ള രീതിയിൽ. സ്ത്രീകളെ സംബന്ധിച്ച് ഞാനിപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും ചാനലുകൾ തോറും. ഒരു രാഷ്ട്രീയം സംഭവിക്കുമ്പോൾ ഒരാൾ ഒരു പാർട്ടി മാറി വേറെ പാർട്ടിയിലേക്ക് മാറി, അത് എല്ലാ സ്ത്രീകൾക്കും അഭിപ്രായം ഉണ്ടാവും. മിക്കവാറും സ്ത്രീകൾ അതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും അഭിപ്രായം. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത, അല്ലെങ്കിൽ നിരന്തരമായിട്ട് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ ഇപ്പോൾ കൂടി വരുന്നുണ്ട്, അഭിപ്രായം പറയാനുണ്ടാവും. അങ്ങനെ ചാനൽ, അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള ചർച്ചകളിൽ എവിടെയാണ് സ്ത്രീകളുള്ളത്? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് സ്ത്രീകൾ വിചാരിച്ചിട്ട്, ഞങ്ങളിങ്ങനെ വിചാരിച്ച് ഞങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടണം എന്ന് വിചാരിച്ച് വരുന്ന ഒരു 10% സ്ത്രീകളെ ഇവിടുത്തെ സമൂഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ, അതാണ് ഏറ്റവും അധികം പഠിക്കേണ്ടത്. ആ സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നോ പറയാതെ. എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, എനിക്ക് വളരെ ഈസി ആയിട്ട്, ഞാൻ തൃശ്ശൂർക്കാരിയാണ്, തൃശ്ശൂർ ടൗണിൽ കൂടെ വളരെ ഈസി ആയിട്ട് നടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആശ. അങ്ങനെ എനിക്ക് നടക്കാൻ പറ്റില്ല. ഒരു നേരം കഴിഞ്ഞാൽ ചോദ്യം വരും, എന്താണ്, ഏതാണ്, അങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ്, എന്താണ് ഇവിടെ വക്കീൽ നടക്കുന്നത്, ഇവിടെ എന്താണ് ആവശ്യം എന്നുള്ള ചോദ്യം അപ്പോൾ വന്ന് വളരെ ഈസി ആയിട്ട് ഒരു പുരുഷൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ നടക്കുന്നു, ഇപ്പോൾ തേക്കിൻകാട് മൈതാനത്ത് കൂടെ അവിടുത്തെ കാറ്റും കൊണ്ട് വെളിച്ചം കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ മരത്തിൻ്റെ അടിയിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് പോലെ ഒരു സ്ത്രീക്കും അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കുന്ന സ്ത്രീകൾ ഇത്രയും വിശാലമായിട്ട്, കേരളത്തിൽ ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലം എവിടെയില്ല, ഇത്രയും നല്ലൊരു പറമ്പ് എവിടെയില്ല. അവിടെ എത്രയൊക്കെ സ്ത്രീകൾ, എൻ്റെ അടുത്തൊരു സ്ത്രീ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു കേസിനായിട്ട് വന്നു. അവർ പിരിയാൻ വേണ്ടി വന്നപ്പം അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യേണ്ടി വന്നു. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഇയാൾ ഏത് പാതിരാത്രി ആയാലും പുറത്തേക്ക് ഇറങ്ങിപ്പോവും. പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇയാൾ ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് വളരെ ആക്റ്റീവായിട്ട് തിരിച്ചു വരും. അപ്പോഴും ഈ സ്ത്രീ നിൽക്കുന്നത് ആ വിഷയത്തിൽ തന്നെയാണ്. അവർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, അവർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. അത് വീട് അവരുടെ തലയിലായതുകൊണ്ടല്ല, അവരങ്ങനെ അവർക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, അവർക്ക് ഇറങ്ങിപ്പോയി തിരിച്ചാ വീട്ടിലേക്ക് കയറി വരാൻ പറ്റുമോ? തിരിച്ചാ വീട്ടിലേക്ക് കയറി വരാൻ പറ്റുമോ? എൻ്റെ ചോദ്യം അതാണ്. അപ്പോൾ സ്ത്രീ എത്ര ഉയർന്ന്, അല്ലെങ്കിൽ എത്ര നോകൾ, എത്ര ഇത് വെച്ച് നടന്നാലും ഈ സൈഡ് ആണത്തം എന്ന് പറയുന്ന ഒരു ഏരിയ ഭയങ്കര കഷ്ടമായിട്ടാണ് പോകുന്നത്. അതിനെങ്ങനെ നമ്മൾ പരിഭാഗപ്പെടുത്തണം? അതെങ്ങനെ ഇവിടെ ഈ ആണത്ത മനോഭാവങ്ങൾ എങ്ങനെ കുറച്ച് കൊണ്ടുവരണം? എങ്ങനെയാണ് ആണത്തം ഇല്ലാതെ ഒരു സമൂഹത്തിൽ, ആണത്തം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അധികം ഞാൻ കൗണ്ടർ ചെയ്യുന്നൊരു കാര്യമാണത്. ഈ 18 വയസ്സുള്ള 17 വയസ്സുള്ള +2 കുട്ടികളിൽ കാണുന്ന ആണത്തം ഞാൻ ഞെട്ടിപ്പോയി, എന്നെ ഞെട്ടിച്ചു കളഞ്ഞ കാര്യമാണ്. അപ്പം അതില്ലാതെ, ആണത്ത മനോഭാവങ്ങളില്ലാതെ എങ്ങനെയാണ് തുല്യമായിട്ടുള്ള അധികാരം ഇവനെപ്പോഴും പുരുഷൻ അല്ലെങ്കിൽ ആൺകുട്ടി എപ്പോഴും വിചാരിക്കും ഞാൻ ഭയങ്കര പ്രിവിലേജാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിൽ പോകാം. അങ്ങനെ തന്നെയാണ് നാടുകളിൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലല്ലാതെ സഹജീവികളായിട്ട് സ്ത്രീകളെ കാണാനും സഹജീവി ബോധത്തോടുകൂടി ജീവിക്കാനും ഇപ്പുറത്തെ സൈഡ് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, ഉത്തരങ്ങളും അവസാനിക്കുന്നില്ല. നമുക്കറിയാം, പുരുഷാധിപത്യ സമൂഹത്തിൽ പെണ്ണുങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്ന ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചർച്ച തുടർന്നും കൂടുതൽ സജീവമായി മുന്നോട്ട് പോകട്ടെ, കൂടുതൽ ചലനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.